ലാബ് കൊണ്ട് ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും കുറച്ച് സമയം എടുക്കും. അവരത് കണ്ടു വന്നിട്ട് റിപ്ലൈ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു 30 സെക്കൻഡ് അത്ര ഉണ്ടോ? 15 സെക്കൻഡ് നെറ്റിൻ്റെ ഇതനുസരിക്കും. പിന്നെ തുടങ്ങാൻ നേരത്ത് 0 നെറ്റ് കയറുക. ഈ സൈഡ് ഉള്ളതാണ് അവർ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ 0 നിൽക്കുമ്പോൾ ഇത് അപ്പുറത്ത് പോകും. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അപ്പോഴേ 0 അടിച്ച് ഈ സ്ക്രീൻ ഇവിടെ എത്തുക. എന്നിട്ട് ഇവരാരെങ്കിലും വന്ന് സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ 0 അടിച്ച് തിരിച്ച് കയറുക. ഓക്കെ. എന്തുകൊണ്ട് 0 തന്നെ ഉണ്ടോ? അതെ അതെ. So good evening. I hope the audio and video is okay.
All right. So, welcome everyone to this next session of Prelims Gymkhana. Today onwards, we'll be starting with science and technology. Okay, a few things to have a broad idea. Here we will not be discussing in detail about each and every concept and each and everything that is required from the subject, but the most important ones, the most high-yielding topics will be discussed, so that you will have a comprehensive advantage when you go and try the prelims. Okay, so അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഉദ്ദേശം. നമ്മൾ ഒരു 3 ദിവസമായിട്ടായിരിക്കും സയൻസിൻ്റെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിൽ ഹാവ് എ brief overview of different topics. We are divided into 6 topics, starting like energy, space technology, biotechnology, and then up to defense. Okay, so there is emerging technologies and nanotechnology also. So that is the theme, and each day we'll be covering 2 topics. Okay, 2 modules. So let's start straight away. Okay, we'll start just before going to topics. I just want to show you this slide. See, here one major thing that you have to understand is that when we talk about the prelims examination, science and technology questions that are coming, basically we find that around 10, or you can say an average 12 questions are coming. Okay, 10 to 12 questions are coming in the prelims examination, and the best part is that if you know the concepts clear, you'll get around 75-80% questions. Okay, I'm not saying you're going to get each and every question. അതല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ 10 അല്ലെങ്കിൽ 12 ക്വസ്റ്റിനും ആൻസർ ചെയ്ത് തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ 75-80% ക്വസ്റ്റൻസ് നമുക്ക് ഡൂവബിൾ ആണ്. ബാക്കി 2-3 ക്വസ്റ്റൻസ് എക്സ്ട്രീംലി റാൻഡം ക്വസ്റ്റൻസ്, നോബഡി ക്യാൻ ഡു ഇറ്റ്, നോബഡി കെയർസ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ബാക്കിയുള്ള ഒരു 8 to 9 ക്വസ്റ്റൻസ് ഫോർ ഷുവർ. ഓക്കെ, ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വിത്തിൻ അവർ ഹാൻഡ്. അതാണ് നമ്മൾ ബേസിക്കലി ടാർഗറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ വിത്ത് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബേസിക് കോൺസെപ്റ്റ്സ്. നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ആക്ച്വലി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ടോപ്പിക്സിൻ്റെ ഒരു മെയിൻ ക്രക്സിലേക്കൊക്കെ പോവാം. ഓക്കെ, ബട്ട് always be clear that around 10 to 12 questions and 75% ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടേക്ക് ഇറ്റ് സീരിയസ്ലി. ശരി, നമുക്ക് തുടങ്ങാം. The first module we'll be discussing is energy. Okay, see, energy എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് I feel that in this year this is going to be a very important topic, because see, energy security is something that the country is having a lot of issue currently. Okay, with the different wars that is going on, with the issues in LPG, coal, nuclear. ഇതെപ്പോഴും ന്യൂസിൽ ഭയങ്കരധികം ഉണ്ട്. ഹൈലി റെലവൻറ്റ് ടോപ്പിക്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ വർഷവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വന്നിട്ടുണ്ട്. പ്രിലിംസിന് അധികം മെയിൻസിന് വന്നിട്ടുണ്ട്. ഹൈഡ്രജൻ എനർജി മെയിൻസിന് 2 ചോദ്യം ഈ വർഷം വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു കണ്ടിന്യൂ, ഐ ഫീൽ. അപ്പോൾ ഈ ഒരു ഡൊമെയിനിൽ നമ്മൾ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. This is covering other aspects also, but we are going to discuss only technological aspects. Okay, so let's start with energy. എന്താണ് എനർജി? ഓക്കെ, സി, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ്, യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എനർജി എന്ന് പറയുന്നത്. വി സേ ദാറ്റ്, സി, സോളാർ എനർജി, കോൾ എനർജി, തെർമൽ പവർ. എന്താണ് എനർജി? ഈവൻ ഞാനോട് സംസാരിക്കുമ്പോൾ പോലും വി സേ ദാറ്റ് ഐ എം യൂസിങ് മൈ സൗണ്ട് എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം എനർജി യൂസ് ചെയ്യുന്ന നമ്മൾ പറയുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എന്താണ് ബേസിക്കലി എനർജി എന്ന് പറയുന്നത്? ഓക്കെ, സോ ഇത് നിങ്ങൾ സ്കൂളിലെല്ലാം കേട്ടിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ആയിരിക്കും അല്ലേ? എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി. നൗ ദിസ് പേർട്ടിക്കുലർ എനർജി, ആസ് വി സേ, ഇറ്റ് ഈസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തന്നെ ചില ഫോംസ് ഓഫ് എനർജി കേട്ടിട്ടുണ്ടാവും, ഇസ്ന്റ് ഇറ്റ്? ഏതെങ്കിലും എനർജി, ഏതെങ്കിലും ഫോംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ കമൻറ്റ് ബോക്സിൽ? വോയിസിന് ഇഷ്യൂ ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. യെസ്, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഇസ് വൺ വേ അല്ലേ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ദർ ഇസ് മൂവ്മെൻറ്റ് വരുന്നതാണ്. പൊട്ടൻഷ്യൽ ഇസ് അബൌട്ട് ഹൈറ്റ്. നൗ സിമിലർലി ഈ പറയുന്ന എനർജി
നമ്മൾ യൂസ് ചെയ്യുന്ന പല രീതിയിലാണ് അല്ലേ, ഇലക്ട്രിസിറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന എനർജി എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, thermal energy, electrical energy, nuclear energy, solar, wind, hydro. Yes, very good. Okay, so we all know that there are different forms of energy അല്ലേ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ ഈ എനർജിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവില്ല. എവിടെ നിന്നായിരിക്കും ഇതെല്ലാം വരുന്നുണ്ടാവുക? വേർ ഇസ് ഇറ്റ് കമ്മിങ് ഫ്രം? ഓക്കെ, സോ നമ്മൾ ഏത് എനർജി നോക്കുകയാണ്, ഫോർ എക്സാമ്പിൾ let us take the case of solar energy. Okay, so solar energy we all know that it is coming from sun, isn't it? So sun എന്നാണ് നമ്മൾ എനർജി ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറൊരു പോയിന്റ് പറഞ്ഞു, ദാറ്റ് ഇസ് thermal energy. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ്. അപ്പോൾ ഈ കോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട്. മില്യൻസ് ഓഫ് ഇയേഴ്സ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഹാസ് ബേസിക്കലി ഡെപ്പോസിറ്റഡ്. അത്രയും കാലം കഴിഞ്ഞിട്ടാണ് കോൾ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന പ്ലാന്റ്സ് എല്ലാം ഒരുപാട് വർഷം ഈ സൺലൈറ്റ് എല്ലാം കൊണ്ടിട്ടാണ് ബേസിക്കലി ഇത്രയും ഡെപ്പോസിഷൻ വരുന്ന കോൾ വരുന്നത്. സോ അൾട്ടിമേറ്റ്ലി അഗൈൻ ദർ ഓൾസോ എനർജി ഈസ് ഫ്രം സൺ. ഓക്കെ, സോ വാട്ട് എവർ എനർജി വി ആക്ച്വലി ലുക്ക് ഇൻ ടു ഇറ്റ്, വി സേ ഇറ്റ് ഇസ് ആക്ച്വലി കമ്മിങ് ഫ്രം സൺ. ഓക്കെ, അതാണ് പറയുന്നത് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഇസ് സൺ. ഓക്കെ, ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഇസ് ദി സൺ. സൺ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സാധനം നോക്കുകയാണെങ്കിലും സണ്ണാണ് വരുന്നത്. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടു ദാറ്റ് സൺ ഈസ് ബീങ് യൂസ്ഡ് ആസ് സോളാർ എനർജി ഓർ സേ തെർമൽ എനർജി. അങ്ങനെ പല രീതിയിലുണ്ട്. ഈവൻ ദ ഫുഡ് ദറ്റ് വി മേക്ക്, ഇസൻ ഇറ്റ്, ദാറ്റ് ഇസ് ഓൾസോ ആക്ച്വലി എ റിസൾട്ട് ഓഫ് ദി സൺലൈറ്റ്, ഇസൻ ഇറ്റ്? എവിടെ നിന്നാണ് ഈ ഫുഡ് നമ്മൾ കിട്ടുന്നത്? വാട്ട് പ്രോസസ് ഡസ് പ്ലാന്റ്സ് യൂസ് ഫോർ ദറ്റ്? സംതിങ് ദാറ്റ് ഇസ് യൂസിങ് സൺലൈറ്റ്. Photosynthesis, yes, exactly. Okay, so അവിടെ നോക്കുകയാണെങ്കിലും ദ എനർജി ദറ്റ് വി ഗെറ്റ്, ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതും എവിടെ നിന്നാണ് വരുന്നത്? ബേസിക് കമ്മിങ് ഫ്രം ഫോട്ടോസിന്തസിസ്, ഇസൻ ഇറ്റ്? സോ എവറിഥിങ് വി അൾട്ടിമേറ്റ്ലി ലുക്ക് ഇറ്റ് ഫ്രം ദി പോയിന്റ് ഓഫ് സൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എനർജി പല ഡിഫറെൻറ്റ് ഫോംസിലേക്ക് വരുന്നുണ്ട്, ഇസൻ ഇറ്റ്? സോ ദിസ് ഐഡിയ സെഡ് that energy is changing from one form to the another. Okay, but it can neither be created nor destroyed. Okay, energy എന്നുള്ള സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല, ബട്ട് ഇറ്റ് ക്യാൻ ഓൾവേസ് ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ പോയിന്റ് ടു ദി അനദർ. മനസ്സിലായോ? Okay, this idea is called as what? Energy conservation law. Energy can be always transformed from one form to the another, but it can neither be created nor destroyed. Now, ഈ ഒരു സിമ്പിൾ ഐഡിയ നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ബട്ട് ഈ ഒരു സിമ്പിൾ ഐഡിയ ആണ് ബേസിക്കലി എല്ലാ ഫോംസ് ഓഫ് എനർജി മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. എങ്ങനെയാണ് ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഫോമിൽ നിന്ന് നമ്മൾ വേറെ ഫോമിലേക്ക് മാറ്റുന്നു. സോളാർ എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ വിത്ത് ദാറ്റ് we have understood that okay, there are different kinds of energy. Okay, solar എന്നെല്ലാം പറയുന്നത് അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് us just quickly look into the classifications. One is called as renewable and non-renewable. Okay, ഇപ്പോൾ renewable and non-renewable എന്ന് പറയുന്നത്, see, renewable source is something that we can use again and again. Okay, we can renew it. എത്ര പ്രാവശ്യം യൂസ് ചെയ്താലും അത് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ബട്ട് non-renewable is that there is only a limited സോഴ്സ്. ഓക്കെ, ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും കിട്ടില്ല. ഓക്കെ, സോ റിന്യൂവബിളിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാൻ പറ്റുമോ? റിന്യൂവബിൾ വിച്ച് ക്യാൻ ബി അഗെയിൻ യൂസ് ആൻഡ് അഗെയിൻ. Some examples of renewable energy. Yes, solar, wind. Okay, good. So all these are those which we have in unlimited quantities. അല്ലേ, എപ്പോഴും സണ്ണ് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും വിൻഡ് വരുന്നുണ്ട്, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം, കുറച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല അല്ലേ. പക്ഷേ നോൺ റിന്യൂവബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, okay, what is some examples of non renewable energy?
thermal energy, yes. Coal, fossil fuels, back fossil fuels along petroleum, natural gas, all these kind of things, yes. Okay, these are all non-renewable because a limited quantity മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. Okay, now അതേപോലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. സി കൺവെൻഷൻ എന്ന് പറയുന്ന വേർഡ് മീനിങ് തന്നെ എന്താണെന്നാണ്, ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഓക്കെ, ദിസ് വി ഹാവ് ബീൻ യൂസിങ് ഫ്രം എ ലോങ് പീരീഡ് ഓഫ് ടൈം. Okay, non-conventional means we have been using from recent times, maybe last 100 years maximum. Okay, അതാണ് കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അങ്ങനെയാണെങ്കിൽ ഈ നോൺ കൺവെൻഷണൽ സോഴ്സസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. Nuclear, geothermal, wind. Okay, so these are non-conventional sources of energy. Okay, കാരണം we have been using these for a few years only, അല്ലേ? ഇപ്പോൾ വിൻഡിൻ്റെ കാര്യം, സോളാറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സോളാർ എനർജി ഹാസ് ബീൻ ദെയർ ഫ്രം സേ millions of years, isn't it? But only in the recent say 100 years or something we only knew the technology to use the solar energy. അതുകൊണ്ടാണ് നോൺ കൺവെൻഷണൽ ആയിട്ട് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ബാക്കിയെല്ലാം കൺവെൻഷണൽ സോഴ്സാണ്. കോളെല്ലാം കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. ഓൾ റൈറ്റ്, സോ ദിസ് ഇസ് സം ബേസിക്സ് ദാറ്റ് വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ലൈക്ക് സോളാർ, വിൻഡ് ആൻഡ് എവറിത്തിങ്, അല്ലേ? ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി എല്ലാം ഞാൻ ഒരു പെർട്ടിക്കുലർ കൺട്രി എവിടെ നിന്നാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ സോളാറിനാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിൻഡിൽ നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂക്ലിയർ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതെല്ലാം നോക്കുന്നൊരു ഐഡിയ ആണ് എനർജി ബാസ്ക്കറ്റ്. ഓക്കെ, എനർജി ബാസ്ക്കറ്റ് ദാറ്റ് ഇസ് ബേസിക്കലി എന്താ, ആസ് എ ടേം ഗോസ്, ഒരു ബാസ്ക്കറ്റിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എനർജി ബാസ്ക്കറ്റാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് എനർജി വരുന്നത്? ഓക്കെ, സോ ദിസ് ഇസ് ഇന്ത്യാസ് എനർജി ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ദാറ്റ് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്, വിച്ച് ഇസ് ദി മോസ്റ്റ് dependent source of energy? Yes, exactly, good. So all of you are saying that it is thermal. Okay, see, always understand that ഏതാണ്ട് ഒരു 50%ഓളം, ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോഴും ഓൾമോസ്റ്റ് 50%, സം സ്റ്റാറ്റിസ്റ്റിക്സ് ആർ സെയിങ് ദാറ്റ് ലെസ് ദാൻ 50, ബട്ട് വാട്ട് എവർ സംവെയർ അറൗണ്ട് 50% ഇസ് ഫ്രം കോൾ. ഓക്കെ, ഏതാണ്ട് 50% കോളാണ്. പിന്നെ വരുന്ന സെക്കൻഡ് ഏതായിരിക്കും പറ്റും? ഓക്കെ, the second one is going to be solar, isn't it? And then we also have wind. Okay, solar, wind, these are the ones which is changing. ഓക്കെ, നൗ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പൈ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ഥിരമായി എക്സ്പെക്ട് ചെയ്യാം ഇവിടെ നിന്ന്. പക്ഷേ ഇവിടുന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, 240, 110, വാട്ട് എവർ ഇറ്റ് ഇസ്, ദോസ് നമ്പേഴ്സ് ആർ ആബ്സല്യൂട്ട്ലി നോട്ട് റെലവൻറ്റ്. ആ നമ്പേഴ്സ് അല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ഇസ് ദ പെർസെൻറ്റേജസ്, അല്ലെങ്കിൽ എന്താണ് ഷെയർ ആണ് നമുക്ക് അറിയേണ്ട ആവശ്യം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത് മൊത്തം ഇപ്പോൾ തെർമൽ 240 ആണോ 230 ആണോ എന്നൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആകെ അറിയേണ്ട എന്താണ്, തെർമൽ ഇസ് അറൌണ്ട് 50%. Okay, solar is the second. Okay, because they'll ask the questions. Okay, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ റിന്യൂവബിൾസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഇത് ഇന്ത്യയിൽ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ ഏറ്റവും ഹയസ്റ്റ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ വിച്ച് എനർജി?
it is solar. Okay, so that is the thing you have to understand. They'll ask like these kind of questions. Okay, അതായത് റിന്യൂവബിൾ സ്റ്റേറ്റും കൂടി ഏതാണുള്ളത്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറയും, വിൻഡ്, സോളാർ, ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഏതാണ് അറേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നോ ദിസ് ഐഡിയ ദറ്റ് ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്. അല്ലാതെ നമ്പേഴ്സ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അതൊന്നും വെറുതെ പഠിച്ചുകൊണ്ട് ആവശ്യമില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദി എനർജി ബാസ്ക്കറ്റ്. ഓക്കെ, നൗ ഇതിൽ നമ്മളിനി ഓരോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി നമ്മൾ നോക്കുകയാണ്. ഓക്കെ, we are going to discuss about some of the few energy sources here. ഇതിൽ ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടും ന്യൂസിൽ റെലവെൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറിത്തിങ്. പക്ഷേ ടെക്നോളജിയിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂക്ലിയർ എനർജി. ഓക്കെ, പിന്നെ ഇന്നത്തെ കാലത്ത് ഹൈഡ്രജൻ എനർജി ഈസ് അഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ചിലത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ദി അതർ വൺസ് ആർ നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അതർ വൺസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രം എ ജോഗ്രഫി പെർസ്പെക്റ്റീവ് ബട്ട് നോട്ട് ഫ്രം ദി ടെക്നോളജി പെർസ്പെക്റ്റീവ്. ഓക്കെ, സോ ഇനി മുതൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇതുവരെ സിമ്പിളായിരുന്നു, ബേസിക്സ് ആയിരുന്നു. ഓക്കെ, സോ നൗ ഐ വാണ്ട് യുവർ അറ്റൻഷൻ. ഇനി മുതൽ നമ്മൾ കുറച്ചും കൂടി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ന്യൂക്ലിയർ എനർജി. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂക്ലിയർ എനർജി? സി, ആസ് എ നെയിം ഗോസ്, ദിസ് ഈസ് കമ്മിങ് ഫ്രം ദി ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. ഓക്കെ, ന്യൂക്ലിയസ് of an atom. ഓക്കെ, നൗ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് അബൌട്ട് ആറ്റം, മാറ്റർ, ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലേ. നമ്മൾ മാറ്റർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് കിട്ടുന്ന സാധനമാണ് ആറ്റം. ആൻഡ് ഇൻസൈഡ് ദിസ് ആറ്റം ദർ ആർ സർട്ടൺ അതർ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആൻഡ് എവറിത്തിങ്. അതിനുള്ളിൽ കാണുന്ന ഒരു ഏരിയ ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയസിൽ ചില റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് റിയാക്ഷൻസ് ആണ് ബേസിക്കലി ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു പുതിയ ആളെക്കുറിച്ച് പരിചയപ്പെടണം. ഓക്കെ, വി ഹാവ് ടു ലേൺ അബൌട്ട് സംവൺ കോൾഡ് ആസ് an isotope. Isotope. Okay, now let us try to understand this isotope with an example. ഒരു എക്സാമ്പിളിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അഗൈൻ ലെറ്റ് us not go into the technical details about what is isotope. ഇത് നിങ്ങൾ സ്കൂളിൻ്റെ സയൻസ് ടെക്കിൻ്റെ ക്ലാസ് അല്ല, ഇത് നമ്മൾ UPSC പാസ്സാൻ വേണ്ടി മാത്രം പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്കൊരു എലമെൻറ്റിനെ തന്നെ നമുക്ക് നോക്കാം, ഹൈഡ്രജൻ. ഓക്കെ, ദ ബേസിക് എലമെൻറ്റ് ദാറ്റ് ഇസ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദാറ്റ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൽ ദർ ഇസ് 1 proton ആൻഡ് ദർ ഇസ് 1 electron. ഓക്കെ, സി ബേസിക്കലി ദിസ് ഇൻ ദ ന്യൂക്ലിയസ്, ഇപ്പോൾ ഇത് ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കണ്ടങ്ങനെ തോന്നില്ലെങ്കിലും അങ്ങനെ വിചാരിക്കുക തൽക്കാലം. ഓക്കെ, സി ദർ ഇസ് എ ന്യൂക്ലിയസ് ആൻഡ് ദെൻ ദർ ഇസ് an electron that is around it. ഓക്കെ, ഈ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന ഈ ഹൈഡ്രജൻ. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ ഈ ഹൈഡ്രജനിൽ അപ്പാർട്ട് ഫ്രം ആൻഡ് ഇലക്ട്രോൺ ദാറ്റ് ഇസ് ദർ, ഈ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ടാവും. ഓക്കെ, ദർ ഇസ് ഗോയിങ് ടു ബി a proton and the same time there is going to be an extra. ഓക്കെ, ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു ന്യൂട്രോൺ ഉണ്ടാവും. ഓക്കെ, പ്രോട്ടോണിൻ്റെ ഒപ്പം ഒരു ന്യൂട്രോണും ഉണ്ടാവും. ഓക്കെ, സോ ഹിയർ വി ഹാവ് ഫൈൻ സംവൺ എക്സ്ട്രാ. ഓക്കെ, ഒരു വേറെ ഇവിടെ നിന്ന് വന്ന ഒരാളും കൂടി ഇവിടെ ഉണ്ട്. ഇനി ചില സമയങ്ങളിൽ ഇവിടെ ഇനി ആൾക്കാരുണ്ടാവും. ഓക്കെ, സംടൈംസ് വി ഫൈൻഡ് ദർ ഇസ് എ പ്രോട്ടോൺ ആൻഡ് 2 neutrons. ഓക്കെ, 2 neutrons. ഓക്കെ, സോ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ ന്യൂക്ലിയസിലേക്ക് പല സമയത്തും ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 2 ആളായിരിക്കും, ചിലപ്പോൾ 3 ആൾക്കാരായിരിക്കാം. ഓക്കെ, ഇങ്ങനെ വെറുതെ ആൾക്കാർ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല ഡിഫറെൻറ്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് 1 electron ആൻഡ് 1 particle ഇൻ ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ഹൈഡ്രജൻ 1 എന്നാണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് പ്രോട്ടിയം. Okay, here we have 1 electron and we have 2 elements. Okay, so ഇവിടെ 2 ആൾക്കാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഡ്യൂട്ടീരിയം. Okay, deuterium. Then we also have here 3. Okay, so ഇവിടെ 3 ആൾക്കാരുള്ളതുകൊണ്ട് ഇതിനെ വിളിക്കും ട്രിഷ്യം.
tritium. Okay. Now, here we find that ഈ മൂന്ന് ആൾക്കാരും basically hydrogen തന്നെയാണ്. It is nothing but hydrogen. Only thing we have some extra people around it. ശരിയല്ലേ? So basically we have hydrogen in different forms called as protium, deuterium and tritium. ആകെയുള്ളത് കുറച്ച് എക്സ്ട്രാ ആൾക്കാരെ ഉണ്ടാവും. ഓക്കെ, ദേ ആർ ഓൾ ദ സെയിം തിങ്, ജസ്റ്റ് ലൈക്ക് ദിസ് പെർട്ടിക്കുലർ ഫിഗർ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഹാസ് സംതിങ് എക്സ്ട്രാ. ഓക്കെ, ഈ പറയുന്ന ഇങ്ങനത്തെ ഐറ്റംസാണ് എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പ്. ദീസ് ആർ കോൾഡ് ആസ് ആൻ ഐസോടോപ്പ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഈ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്ന് ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പലതുണ്ട്, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആകെ ഓർത്തിരിക്കേണ്ട ഈ ഒരു ഫിഗർ മാത്രം ഓർത്തുവെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ഐസോടോപ്സ് എക്സിസ്റ്റിംഗ് 3 different ഫോംസ്. ഞാനിപ്പോൾ എന്തിനാണ് നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞത്? ഓക്കെ, യെസ്, സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ, അതെല്ലാം അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്, നമുക്ക് അത്ര അറിയേണ്ട ആവശ്യമില്ല. ശരി, എന്തിനാണ് ഹൈഡ്രജനെ കുറിച്ച് ഇത്രയും ഐസോടോപ്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടാൻ പോയത്? കാരണം ന്യൂക്ലിയർ എനർജീനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സമ്മൺ കോൾഡ് ആസ് യുറേനിയം. ഓക്കെ, യുറേനിയം എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഈ യുറേനിയം ഇതേപോലെ പല ഡിഫറെൻറ്റ് ഫോംസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു ദറ്റ് ഹൈഡ്രജൻ ഹാസ് ബേസിക്കലി 3 different ഫോംസ് അല്ലേ? പ്രോട്ടീൻ, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അതേപോലെ തന്നെ യുറേനിയം ഓൾസോ ഹാസ് 3 different ഫോംസ്. ഓക്കെ, യുറേനിയം എക്സിസ്റ്റ് ആസ് യുറേനിയം 233, യുറേനിയം 235 ആൻഡ് യുറേനിയം 238. ഓക്കെ, uranium 233, uranium 235 and uranium 238. Okay, so these are nothing but the isotopes of uranium. മൂന്നെണ്ണമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വിൽ ഫസ്റ്റ് ഡിസ്കസ് വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് ദെൻ വിൽ കം അഗെയിൻ ടു ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ്. അപ്പോൾ ഇത് ഒരിക്കലും മറക്കരുത്. ദർ ആർ 3 different types of uranium. Okay, so now let us start about talking about the process of nuclear energy. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസിൽ നിന്നാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ന്യൂക്ലിയസിൽ നിന്ന് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബേസിക്കലി ദർ ആർ 2 different methods, 2 different ways of actually doing this. Okay, one is called as nuclear fission and the other one is nuclear fusion. Okay, so let us try to understand what is this nuclear fission and nuclear fusion. Okay, this is very important. ഇപ്പോൾ ഫിഷൻ എന്ന് പറയുന്നത്, സി ഇഫ് ഐ ഹാവ് എ വെരി ലാർജ് ആറ്റം, ഓക്കെ, ആൻഡ് ഇൻ ടു ദിസ് ആറ്റം ഐ എം കൈൻഡ് ഓഫ് ബൊംബാർഡിങ് എ ന്യൂക്ലിയസ്. ഞാനൊരു ബുള്ളറ്റ് എടുത്തിട്ട് ആ ബുള്ളറ്റ് വെച്ചിട്ട് ബൊംബാർഡ് ചെയ്യാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ബൊംബാർഡ് ദിസ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വലിയ ആറ്റം എന്താവും? 2 കഷ്ണങ്ങളാവും. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു സ്പ്ലിറ്റ് ഇൻ ടു 2. Now, obviously, ഇത് വലിയ ഒരു ആറ്റത്തിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 2 എണ്ണമായി മാറുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാവിങ് മച്ച് മോർ സ്മോളർ ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഒരു ലാർജ് ആറ്റത്തിനെ ഞാൻ എന്താക്കാൻ മാറ്റാണ്? 2 ചെറിയ ആയിട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് there is production of energy. Okay, there is production of energy. So I take a big atom, I'm going to split into 2 and from there I'm going to get energy. Okay, ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ. Now let us try to understand nuclear fusion. Okay, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് നേരെ എൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അതായത് ഹിയർ ഐ എം ഗോയിങ് ടു ടേക്ക് 2 സ്മോളർ ആറ്റംസ്. ഓക്കെ, ഞാൻ 2 ചെറിയ ആറ്റംസിന് എടുത്തിട്ട് ഞാനതിനെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യാൻ പോവാണ്, ഞാൻ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സേ ഒരു 2 ബോൾ എടുത്തിട്ട് അല്ലെങ്കിൽ 2 സേ ലഡ്ഡു എടുത്തിട്ട് 2 എണ്ണം ഞാനിങ്ങനെ കൂട്ടിച്ചേർക്കാൻ പോവാണ്. Now when that is happening, ഇവിടെ we are going to have a much more bigger one. Okay, we are going to have a much more bigger one. Again there is production of energy. Okay, so നേരെ റിവേഴ്സ്, അതായത് 2 ചെറിയ ആറ്റംസിനെ ഞാൻ
ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു വലിയ ആറ്റം ഉണ്ടാക്കുമ്പോൾ അവിടെയും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് ഫിഷൻ. സോ ഇൻ ദീസ് ടു മെക്കാനിസംസ് യു ഫൈൻഡ് എന്താണ് കോമൺ? ദാറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് എനർജി. Okay, that is the idea of nuclear fission and nuclear fusion. Okay, now ഈ ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷൻ ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ ഐ ജസ്റ്റ് ഷോ ദറ്റ് ഫിഷൻ റിയാക്ഷൻ. Okay, so this is what is actually happening in a nuclear fission. We find that there is a large atom and that is splitting into two. Okay, so I hope now with that you have an idea about what is this fission. Okay, now നമുക്ക് രണ്ടും compare ചെയ്യാം. Okay, as you already said, this is actually one is splitting and the other one is fusing. ഓക്കെ, ഇനി രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് എനർജി റിലീസ് ചെയ്യുന്നത്. ഹൂ ഇസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് മോർ എനർജി? ഓക്കെ, ഫിഷനും ഫ്യൂഷനും നോക്കുന്ന സമയത്ത് മോർ എനർജി പ്രൊഡ്യൂസ്ഡ് ഹിയർ. ഓക്കെ, ദിസ് ഈസ് പ്രൊഡ്യൂസിങ് മോർ എനർജി. ഓക്കെ, മോർ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്യൂഷൻ. സോ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ഇസ് പ്രൊഡ്യൂസിങ് മോർ എനർജി ദാൻ ഫ്യൂഷൻ. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഫിഷൻ മോർ ദാൻ ഫ്യൂഷൻ ആണോ? ഇസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? Is fission producing more energy than fusion? No, it is wrong. അല്ലേ? This is a false statement. Okay, ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആലോചിച്ച് നോക്കുക. ഓബ്വിയസ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ദി ആൻസേഴ്സ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ, as we said, we are taking some small atoms and we are fusing them together. Okay, now ഇതാണ് നമ്മൾ പല സമയത്തും സ്റ്റാർസിൽ, സണ്ണിൽ എല്ലാം കാണുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ആക്ച്വലി ഡ്രൈവിംഗ് ദി എനർജി ഇൻ ദി സൺ ഓർ ഇൻ ദി സ്റ്റാർസ്? ഇറ്റ് ഇസ് ആക്ച്വലി നത്തിങ് ബട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ നാച്ചുറലി എവിടെ എനർജി കിട്ടും? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു സൺ ഇസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ സണ്ണിന് എവിടെ എനർജി കിട്ടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ് ഇസ് ഫ്രം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളോട് പറയാണ്, ന്യൂക്ലിയർ ഫ്യൂഷനിൽ നമ്മൾ നേരത്തെ കണ്ടു എനർജി കൂടുതലാണ്. ഓക്കെ, ഇനി ബൈ പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ അവിടെയും കുറവ് എവിടെയാണ്? ഫ്യൂഷൻ. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിഷനിലും ന്യൂക്ലിയർ ഫ്യൂഷനിലും എനർജി കൂടുതൽ ഫ്യൂഷന്. ഓൾസോ ദി ബൈ പ്രൊഡക്ട്സ് ഇസ് ലെസർ ഇസ് ഓൾസോ ഫോർ ഫ്യൂഷൻ. ഓക്കെ, സോ ഇഫ് ഐ എം ഗിവിംഗ് എ ചോയ്സ് വിത്ത് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, നിങ്ങൾക്ക് ഏതായിരിക്കും എടുക്കാനായിരിക്കും താല്പര്യം? ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ സ്യൂട്ടബിൾ? It is going to be fusion. Yes, good. Shilpa, Shanimol. ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ കാരണം എനർജി കൂടുതലാണ്, ബൈ പ്രൊഡക്ട്സ് വേസ്റ്റ് കുറവാണ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഫ്യൂഷനാണ് ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അൺടിൽ നൗ, അതായത് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഈ സമയം വരെ ഇതുവരെ ഫ്യൂഷൻ വെച്ചിട്ട് കമേഴ്ഷ്യലി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഈ പറയുന്ന ലൈറ്റും ഈ ലാപ്ടോപ്പും എല്ലാം കാര്യങ്ങളൊക്കെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു യൂസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അവിടെ എല്ലാം നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ റീസൺ വൈ ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഓക്കെ, സോ ഫ്യൂഷൻ ദോ വിച്ച് ഇസ് മച്ച് മോർ ഫേവറബിൾ, ഇറ്റ് ഇസ് നോട്ട് ബീങ് യൂസ്ഡ് ഇൻ കമേഴ്ഷ്യലി. ഓക്കെ, അത് എപ്പോഴും അങ്ങനെയാണ് ലൈഫിൽ നടക്കുന്നത് അല്ലേ? നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എവറി ടൈം ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഒരിക്കലും കിട്ടൂല, അതാണ് കാര്യം. അതേപോലെയാണ് ഫ്യൂഷൻ്റെ അവസ്ഥ. എവറിത്തിങ് ഇസ് അമേസിങ്, ബട്ട് എല്ലാം അങ്ങനെ ഗ്രീൻ ഫ്ലാഗ് പോലെ എല്ലാ അടിപൊളി ചോയ്സസ് ആയിരിക്കും, പക്ഷേ അത് നടക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ദാറ്റ് ഇസ് ദ ഐഡിയ ഓഫ് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ദിസ് ടേബിൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ.
Now let us go to another idea, okay, that is something called as fissile and fertile material. Okay, now fissile material, as the name goes, this is basically nothing but it is fissile material എന്ന് വെച്ചാൽ any material which is basically ready to undergo nuclear fission. Okay, ഇത് ന്യൂക്ലിയർ ഫിഷൻ പോകാൻ റെഡിയാണ്. ഓക്കെ, അതിപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലോട് പറയുകയാണ് നമ്മൾ, ഓക്കെ ന്യൂക്ലിയർ ഫിഷൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് റെഡിയാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല, അത് ഫുൾ പണിയെടുക്കാൻ ഫുള്ളി റെഡിയാണ്. പക്ഷേ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എ ഫർട്ടൈൽ മെറ്റീരിയൽ, ഈ ഫർട്ടൈൽ മെറ്റീരിയലിനോട് ഞാൻ ന്യൂക്ലിയർ ഫിഷൻ ചെയ്തിട്ട് വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഇരിക്കും. ഓക്കെ, വെറുതെ മടി പിടിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഒരു പണി എടുക്കില്ല. ഓക്കെ, നിങ്ങളെ പോലെ തന്നെയാണ്, ഒരു പണി എടുക്കുക, 5 പൈസ പണി എടുക്കില്ല. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് റെഡിലി going to undergo fission. Okay. Okay, so fissile is ready to go towards fission, but fertile is basically not ready to go to fission. Okay, അപ്പോൾ ഇതിൽ ഏതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ? ഓക്കെ, അഗെയിൻ ഐ എം ഗോയിങ് ടു ഗിവ് യു എ ചോയ്സ്. ഫിസൈൽ ആണോ ഫെർട്ടൈൽ ആണോ, ഏതാണ് ബെറ്റർ? This is not readily going. Yes, good. Everybody is saying that fissile. Okay, അപ്പോൾ നമുക്ക് ആവശ്യം ഫിസൈൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫിസൈൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ യുറേനിയത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആരാണ് ആവശ്യം? ഫിസൈൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുകയാണ്, 233 ഉണ്ട്. ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 233 ഉണ്ട്, 235 ഉണ്ട്, 238 ഉണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൽ ഇവർ രണ്ടുപേരും ഫിസൈലാണ്. ഓക്കെ, വൈൽ 238 is fertile. Okay, this is fissile and the other one is fertile. Now, സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതലും ആവശ്യമുള്ളത് 233 or 235 ആണ്. ഓക്കെ, however വേൾഡിൽ നാച്ചുറലി ഞാൻ യുറേനിയം നോക്കുന്ന സമയത്ത് ഞാൻ ബേസിക്കലി പോയിട്ട് മൈൻ ചെയ്യാണ്, എവിടെയും പോയി കുഴിക്കുകയാണ്, ഇതെന്ത് യുറേനിയമാണ് എന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഈ ഫിസൈലായിട്ട് ആളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തപ്പി നടന്നിട്ട് എനിക്ക് ആകെ വേൾഡിൽ 0.7% മാത്രമേ ഫിസൈലായിട്ടുള്ള ആളെ കാണാനുള്ളൂ. ബാക്കി 99.3% ഇസ് ഫെർട്ടൈൽ. ഓക്കെ, ദാറ്റ് ഇസ് അഗെയിൻ ദി പ്രോബ്ലം ഓഫ് ലൈഫ്. ഓക്കെ, നമുക്ക് ആവശ്യമായ ഫിസൈലായിട്ടുള്ള യുറേനിയം, ബട്ട് ദാറ്റ് ഇസ് ഓൺലി ഇൻ 0.7%. All the other 99.3% is fertile. So even if I go and mine somewhere uranium, അതിൽ ആകെ 0.7% മാത്രമേ ഫിസൈൽ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഫെർട്ടൈലാണ്, ഒരു പണി എടുക്കൂല, 5 പൈസയുടെ ഗുണമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പ്രോബ്ലം വിത്ത് യുറേനിയം. ഓക്കെ, നൗ ഈ പറയുന്ന ഞാൻ പോയി യുറേനിയത്തിന് എടുത്തുകൊണ്ട് വന്നു നോക്കുന്ന സമയത്ത് ഇതിൽ 99% ഫെർട്ടൈൽ, വേറെ പണിയൊന്നും എടുക്കില്ല. ഓക്കെ, പക്ഷേ എനിക്ക് ഇവനെ കൊണ്ട് പണി എടുപ്പിക്കണം അല്ലേ, നല്ല കാര്യമുള്ളൂ. ഐ ഹാവ് ടു എൻഷുർ ദാറ്റ് മൈ യുറേനിയം ഈസ് റെഡി ടു അണ്ടർഗോ ഫിഷൻ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യും, ഈ ഫെർട്ടൈലായിട്ടുള്ള യുറേനിയത്തിനെ കൊണ്ട് ഞാൻ പണി എടുപ്പിക്കും. ഓക്കെ, പണി എടുക്കാത്തവരെ കൊണ്ട് പണി എടുപ്പിക്കണം. വി ആർ ഗോയിങ് ടു കൺവേർട്ട് ദിസ് ഫിസൈൽ യുറേനിയം ഇൻ ടു ഫെർട്ടൈൽ യുറേനിയം. ഓക്കെ, അതായത് വി ആർ ഗോയിങ് ടു ചേഞ്ച് 238 ഇൻ ടു അതർ ഫോംസ്. ഈ പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് uranium enrichment. Uranium enrichment is a mechanism or a process to convert this fertile uranium into fissile. Okay, fertile into fissile. That is basically we are trying to reduce the amount of 238. Okay, so let us try to understand what this is. ഓക്കെ, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് യുറേനിയം എടുത്തു. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതിൽ ആകെ 0.7% മാത്രമേ എനിക്ക് ആവശ്യമുള്ള ഫിസൈലുള്ളൂ. ഞാൻ അതിനെ എന്താണ് മാറ്റാൻ പോവാണ്, കുറച്ച് ഫെർട്ടൈലായിട്ട് ആളെ ഫിസൈലാക്കാൻ പോവാണ്. സേ ഞാൻ എൻറിച്ച് ചെയ്തു. ഓക്കെ, എൻറിച്ച് ചെയ്ത് ഒരു 5% അല്ലെങ്കിൽ ഒരു 3% ആക്കി വിചാരിക്കാം. ഓക്കെ, സം 3% എൻറിച്ച്മെൻറ്റ്. സോ നൗ ഇറ്റ് ഇസ് മച്ച് മോർ ബെറ്റർ. ഞാൻ വീണ്ടും എൻറിച്ച് ചെയ്തു, സേ സം 10%. ഓക്കെ, 10%. അങ്ങനെ സേ ഞാൻ
ഒരു 50% എൻറിച്ച് ചെയ്തു. ഓക്കെ, പിന്നെ 60% എൻറിച്ച് ചെയ്തു. കാരണം എൻറിച്ച് ചെയ്യുന്നവരും ഭയങ്കര അടിപൊളി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ യുറേനിയം കിട്ടും, എനിക്ക് കൂടുതൽ ന്യൂക്ലിയർ പവർ കിട്ടും, ശരിയല്ലേ? 60 ആക്കാം, വേണമെങ്കിൽ എനിക്ക് 80 ആക്കാം, 90 ആക്കാം, വേണമെങ്കിൽ എനിക്ക് 100 വരെ ആക്കാം തിയററ്റിക്കലി, അല്ലേ? 90% ആക്കാം, 99% ആക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ഐ ക്യാൻ കീപ്പ് ഓൺ എൻറിച്ചിങ് ദിസ്, ഇസ്ന്റ് ഇറ്റ്? ഈ പറയുന്ന സാധനമാണ് ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന വലിയൊരു വാറിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, വാട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ് നൗ ഇസ് ദ റീസൺ വൈ ദർ ഇസ് എൻ ഇഷ്യൂ വിത്ത് US ആൻഡ് ഇറാൻ. നിങ്ങൾ ന്യൂസിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും, ന്യൂസ് വായിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സാധനം കേട്ടിട്ടുണ്ടാവും. ദറ്റ് ട്രംപ് എപ്പോഴും രാവിലെ എണീറ്റിട്ട് പറയും ഇറാൻ യുറേനിയം എൻറിച്ച്മെൻറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളെ തല്ലിക്കൊല്ലും, യു ആർ ഗോയിങ് ടു ഹെൽ. പിന്നെ കുറേ എന്താ പറയുക, വെരി ഡിപ്ലോമാറ്റിക് പാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, ദ പ്രോബ്ലം ഇസ് യുറേനിയം എൻറിച്ച്മെൻറ്റ്. Okay, because many people are actually claiming that Iran is enriching uranium a lot. Okay, ഏതാണ്ട് 60% എൻറിച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയധികം എൻറിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇത്രയധികം എൻറിച്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് പ്രൊഡ്യൂസിങ് ഹ്യൂജ് amount of energy. It is producing huge amount of nuclear energy. It is such a high amount of energy that it can lead to explosions. It can be used to make nuclear weapons. അപ്പോൾ ഇത്രയധികം എൻറിച്ച് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ഒരു 3%, 5% എൻറിച്ച്ഡ് ആയിട്ട് യുറേനിയം മാത്രം മതി നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, വളരെ കുറച്ച് എൻറിച്ച്ഡ് മതി. പിന്നെ എന്തിനാണ് നിങ്ങൾ 50%, 60% ഒക്കെ എൻറിച്ച് ചെയ്യണമെന്നാണ് ചോദ്യം. ഓക്കെ, ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ഹാവ് 2 different types of enriched uranium. Okay, so the first one, it is said that it is less than 20%. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 3%, 5% ഒക്കെ ഒരു കൺട്രി എൻറിച്ച് ചെയ്യണം. ശരി, ചെയ്തോട്ടെ. അവർ മേ ബി ആ ന്യൂക്ലിയർ എനർജി വെച്ചിട്ടായിരിക്കും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആൾക്കാരെ സഹായിക്കുന്ന, പവർ കൊണ്ടുവരുന്നത്, നല്ല കാര്യം. ഓക്കെ, അങ്ങനെ. പക്ഷേ നിങ്ങൾ എൻറിച്ച് ചെയ്ത് ഇപ്പോൾ 20% ഒക്കെ മേലെ ആണെങ്കിൽ അവിടെ വേറെ എന്തോ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. That is called as highly enriched uranium. And if this is keeping on increasing, say ഒരു 90% ആയി, it is called as weapons grade uranium. So that is the idea of uranium enrichment. Again, this is very much in the news. Okay, but 20% enriched uranium or lesser is called as low enriched uranium, and higher than that is called as highly enriched uranium. Okay, so I hope this is clear. The clear ആണോ? And the connection with the conflict with US, Iran and Israel. Okay. Yes, and just remember this important point also, that നേരത്തെ പറഞ്ഞ ഈ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഒരു കൈൻഡ് ഓഫ് മെക്കാനിസം ആണ് സെൻട്രിഫ്യൂജ്. ഓക്കെ, ദിസ് ഇസ് എ ഫോട്ടോ ഓഫ് സെൻട്രിഫ്യൂജ്. അപ്പോൾ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമുക്ക് യുറേനിയം എൻറിച്ച് ചെയ്യുന്നത്. ദിസ് കുഡ് ബി ആസ്ഡ് ഇൻ ദ പ്രിലിംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് ഓർത്ത് വയ്ക്കുക, സെൻട്രിഫ്യൂജ്. ഓക്കെ, സോ ഇവിടുന്ന് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലെറ്റ് us ട്രൈ സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ. വെരി ഡൂവബിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഇവിടെ വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 ബേസിക്കലി പറയുന്നത്, India, despite having uranium deposits, depends on coal for most of its electricity production, and uranium enters to the extent of at least 60% is required for the production of electricity. Okay, അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. Let's not go to the answer first. Let us first discuss the statements. Okay, പതുക്കെ പോവാം. എന്തിനാ തിരക്കൊടിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? യെസ്, കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഏതാണ്ട് 50% കോളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, uranium enriched to the extent of at least 60% is required for production of electricity. Okay, is this true? You can just write yes or no, അല്ലെങ്കിൽ y or n എന്ന് എഴുതാം. Okay, yes or no. Second statement is wrong.
ഓക്കെ സോ യെസ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ ബിക്കോസ് 60% വരെ ഒന്നും ഒരിക്കലും എൻറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈവൻ സം 3-5% തന്നെ ധാരാളമാണ് ഓക്കെ അല്ലെങ്കിൽ 60% ഒക്കെ എൻറിച്ച്മെൻറ്റ് ചെയ്യണോണ്ടാണ് ഈ മൊത്തം പ്രശ്നം തന്നെ കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇറാൻ്റെ ഒക്കെ ഇഷ്യൂ തന്നെ അവിടെയാണ് കിടക്കുന്നത് അത്ര ആലോചിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് 2 is wrong automatically get to the answer that is what C okay 2 is incorrect so this question is very much doable okay and always understand that ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ ഓൾ റൈറ്റ് അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് യുറേനിയത്തിനെ കുറിച്ച് ഓക്കെ അപ്പോൾ യുറേനിയം പോലെ തന്നെ വേറെ പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ടു പ്രൊഡ്യൂസ് ന്യൂക്ലിയർ എനർജി വി കൻ യൂസ് യുറേനിയം ആസ് ന്യൂക്ലിയർ ഫ്യൂവൽ പിന്നെ വേറൊരാളാണ് പ്ലൂട്ടോണിയം ഓക്കെ ആൻഡ് അനദർ പേഴ്സൺ ഇസ് തോറിയം ഓക്കെ അപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾട്ടർനേറ്റീവ്സ് ആണ് ഒന്ന് യുറേനിയം ആൻഡ് ദെൻ തോറിയം ഓക്കെ സോ ലെറ്റ് us ട്രൈ ടു കമ്പയർ യുറേനിയം ആണോ തോറിയം ആണോ ഏതാണ് നല്ലത് നമുക്ക് അഗൈൻ കമ്പയർ ചെയ്യാം ഓക്കെ സോ ഇഫ് യു ലുക്ക് അറ്റ് എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഞാൻ സേ 1 കിലോഗ്രാം യുറേനിയം എടുത്തു അപ്പുറത്ത് 1 കിലോഗ്രാം തോറിയം എടുത്തു ഇതിൽ ആരാണ് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ തോറിയം പ്രൊഡ്യൂസസ് മോർ എനർജി ഓക്കെ തോറിയമാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും ഓക്കെ ഇനി അവൈലബിലിറ്റി നോക്കുകയാണ് എന്ന് വിചാരിക്കാം ഓക്കെ ശരിക്കും യുറേനിയം തോറിയം എല്ലാം വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ പക്ഷേ ഓക്കെ കമ്പയർ ടു യുറേനിയം തോറിയം ഇസ് മോർ അവൈലബിൾ ദിസ് ഇസ് മോർ അവൈലബിൾ ഓക്കെ എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ കാരണം ഇന്ത്യയിൽ യുറേനിയം നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡിൽ ആകെ ഒരു 2% റിസർവ്സ് മാത്രമേ ഇന്ത്യയിലുള്ളൂ പക്ഷേ തോറിയം റിസർവ്സ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 25% ഓഫ് ദി വേൾഡ്സ് തോറിയം റിസർവ്സ് ആർ ഇൻ ഇന്ത്യ ഓക്കെ ആൻഡ് ഇത് കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണെന്നറിയോ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ കേരള എനിബഡി yes good it is found in the monazite sands of Kerala okay അവിടെ ആണ് തോറിയം റിസർവ്സ് നമ്മൾ ഒരുപാട് കാണുന്നത് അതുകൊണ്ട് തന്നെ ദീസ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി കൺട്രി ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഐഡിയ നോക്കാം ദാറ്റ് ഇസ് ഹൂ പ്രൊഡ്യൂസസ് മോർ ടോക്സിക് വേസ്റ്റ് whether it is uranium or thorium okay so ഇവിടെ നോക്കുമ്പോൾ uranium produces more okay or thorium produces less okay അപ്പോൾ നമ്മൾ ഈ 3 പാരാമീറ്റേഴ്സ് നോക്കുകയാണ് എനർജി കൂടുതൽ തോറിയത്തിന് ഓക്കെ അവൈലബിലിറ്റി കൂടുതലും തോറിയത്തിന് ആൻഡ് ഈവൻ ദി വേസ്റ്റ് പ്രൊഡക്ഷൻ കുറവ് തോറിയത്താണ് കുറവാണുള്ള ആവശ്യം ടോക്സിക് വേസ്റ്റ് കൂടിയിട്ട് കാര്യമില്ലല്ലോ സോ അവിടെയും തോറിയമാണ് കൂടുതൽ ഓക്കെ സോ കമ്പയറിങ് യുറേനിയം ആൻഡ് തോറിയം ഏതായിരിക്കും ബെറ്റർ ഫ്യൂവൽ നിങ്ങളുടെ ഒരു ഐഡിയയിൽ വിച്ച് ഈസ് ഗോയിങ് ടു ബി ബെറ്റർ യുറേനിയം ഓർ തോറിയം ഐ എം ഗിവിങ് എ ചോയ്സ് യുറേനിയം എടുക്കുക തോറിയം എടുക്കുക ഏതായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് യെസ് ഗുഡ് അല്ലേ തോറിയം കാരണം തോറിയം എല്ലാം അടിപൊളിയാണ് ഓക്കെ എനർജി അടിപൊളി അവൈലബിലിറ്റി കൂടുതൽ ടോക്സിക് വേസ്റ്റ് കുറവ് പക്ഷേ ഇവിടെയും സെയിം പ്രശ്നമാണ് നമ്മൾ ലൈഫിൽ എല്ലാ അടിപൊളി സാധനങ്ങളും ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരും ഓക്കെ ഇവിടെയും വി ഫൈൻഡ് ഓൾ ദോസ് ഗ്രീൻ ഫ്ലാഗ്സ് ഓൾ ദോസ് എവറിത്തിങ് ഇസ് അബ്സല്യൂട്ട്ലി ഓക്കെ പക്ഷേ ദി പ്രോബ്ലം ഇസ് ദാറ്റ് നമുക്ക് ഈ തോറിയം യൂസ് ചെയ്യാൻ അറിയില്ല അൺടിൽ നൗ വി ഡു നോട്ട് ഹാവ് ദി ടെക്നോളജി ടു യൂസ് തോറിയം ആസ് എ ന്യൂക്ലിയർ ഫ്യൂവൽ ഓക്കെ പിന്നെ എന്തിനാ സാർ തോക്ക് എന്ന് പറഞ്ഞ അവസ്ഥയാണ് എല്ലാം അടിപൊളിയാണ് പിന്നെ എന്തിനാ സാർ തോക്ക് ഓക്കെ ബിക്കോസ് വി ഡു നോട്ട് ഹാവ് ദി ടെക്നോളജി ഫോർ യൂസിങ് ഇറ്റ് ഓക്കെ സോ ദിസ് ഇസ് ദ റീസൺ വൈ വി ആർ യൂസിങ് യുറേനിയം ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക തോറിയം അടിപൊളിയാണ് പക്ഷേ ആ തോക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഓക്കെ അതാണ് കാര്യം ഓക്കെ ഇസ് ദിസ് ക്ലിയർ സോ ലെറ്റ് us go to again ഇവിടുന്നും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ടു മീറ്റ് ഇറ്റ്സ് റാപ്പിഡ്ലി ഗ്രോയിങ് എനർജി ഡിമാൻഡ് സം ഒപ്പീൻ ദാറ്റ് ഇന്ത്യ ഷുഡ് പെർസ്യൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൺ thorium as a future fuel of nuclear energy. In this context, what advantage does thorium hold over uranium? എന്ത് അഡ്വാൻറ്റേജ് ആണ് thorium വേഴ്സസ് യുറേനിയം ഓക്കെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് പറയാം thorium is far more abundant
in nature than uranium. എന്താണ്? Is it true or false? You can just write T or F. നിങ്ങൾക്ക് മടിയാണെങ്കിൽ T or F ആയിട്ട് തന്നെ എഴുതാം. നമുക്കിപ്പോൾ ഓരോ വേർഡും ടൈപ്പ് ചെയ്യാൻ മടിയാണ്. ഞാനൊക്കെ അങ്ങനെയാണ്. It is true. Okay, this is true. Then, on the basis of per unit mass of mined mineral, thorium can generate more energy compared to natural uranium. അതായത് ബേസിക്കലി ഞാൻ ഇതേ പറഞ്ഞ പോലെ 1 കിലോ എനർജി എടുക്കുകയാണെങ്കിൽ അല്ലെ 1 കിലോ യുറേനിയം തോറിയം എടുക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദിസ്? ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. അല്ലെ തോറിയത്തിനാണ് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. തോറിയം പ്രൊഡ്യൂസസ് ലെസ് ഹാർംഫുൾ വേസ്റ്റ് കമ്പയർ ടു യുറേനിയം. Okay, so that is also true. Okay, so all these statements are true. Okay, so the answer is 1, 2 and 3. Okay, again a simple question ആണ് based on uranium versus thorium. ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം കണ്ടു. ഇത് കൂടാതെ 2022 മോണോസൈറ്റ് സയൻസും തോറിയത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിൽ അറ്റോമിക് മിനറൽസ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചോദ്യം വരാം, അതെന്ത് ഏത് യൂസ് ചെയ്യണം, ഇങ്ങനെ രീതിയിൽ ചോദ്യങ്ങൾ പല രീതിയിൽ വരാം. നമ്മൾ ടെക്നോളജി ആസ്പെക്ട്സ് നമ്മൾ കൂടുതൽ നോക്കി ജോഗ്രഫിയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയാണ് ഇത് കാണുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി യുറേനിയം ആൻഡ് തോറിയം. ഓക്കെ, ഇനി ലെറ്റ് us now look into what actually happens inside a nuclear reactor. ഓക്കെ, നമ്മൾ ഇത്ര നേരം ന്യൂക്ലിയർ റിയാക്ടർ എന്നെല്ലാം കുറേ പറഞ്ഞുകൊണ്ടിരുന്നു. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ? ലെറ്റ് us try to understand. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ ഫിഷൻ ആണ് നടക്കുന്നത്, അല്ലേ? നോട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ബട്ട് എ ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ദാറ്റ് there is a splitting of a large atom into 2 smaller ones. Okay, so നിങ്ങൾക്ക് ഇവിടെ ഈ ആനിമേഷനിൽ തന്നെ കാണാം that this is what is actually happening. ആദ്യം there is going to be a splitting of one particular atom, പിന്നെ അവിടുന്ന് വരുന്ന ന്യൂക്ലിയസ് അടുത്തേൽ കൊണ്ടും അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ വരുന്നത്, ഓരോ ചെയിനിന്നും അല്ലെങ്കിൽ ഓരോ റിയാക്ഷനും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ മൊത്തമായിട്ട് ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ് ഇവിടുന്ന് കിട്ടുന്ന നെറ്റ് എനർജിയാണ് ബേസിക്കലി ഈ പറയുന്ന ആ ന്യൂക്ലിയർ റിയാക്ടർ നമുക്ക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക, ന്യൂക്ലിയർ ഫിഷൻ ആണ് അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഈ എനർജി ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം. ആ സ്റ്റീമാണ് ടർബൈൻ റൺ ചെയ്യുന്നത്. അങ്ങനെയാണ് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തൊക്കെയാണുള്ളത്, വാട്ട് ഈസ് ആക്ച്വലി ദെയർ ഇൻസൈഡ് എ ന്യൂക്ലിയർ റിയാക്ടർ, സം കമ്പോണൻറ്റ്സ് വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പറയുന്ന ന്യൂക്ലിയർ മെറ്റീരിയൽ വിച്ച് കുഡ് ബി യുറേനിയം, തോറിയം, ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ആവാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ പറയുന്നത്. ഇത് നമ്മളോട് ഡിസ്കസ് ചെയ്തു. ഇനി കൺട്രോൾ റോഡ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്, അല്ലേ? ഇൻ ദ ചെയിൻ റിയാക്ഷൻ ഇത് ഈ ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് കുഡ് ലീഡ് ടു അഗൈൻ എക്സ്പ്ലോഷൻ. ഒരു അൺകൺട്രോളബിൾ ഫോം ആയിട്ടുള്ള രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. സോ ടു എൻഷുർ ദാറ്റ് ദി റേറ്റ് ഓഫ് ദ ചെയിൻ റിയാക്ഷൻ ഇസ് സ്റ്റോപ്ഡ്, കുറച്ച് കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യണം. ഈ ആവശ്യമനുസരിച്ച് നമ്മൾ അത് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുന്നു. Okay, to control the rate of the reaction. Then another thing is called as a moderator. Okay, ഇപ്പോൾ moderator, the meaning തന്നെ moderator എന്ന് പറയുന്നത് to moderate, okay, to reduce the speed. നമ്മളിവിടെ കാണുന്ന ഈ നേരത്തെ കണ്ട ആ ഒരു ന്യൂട്രോൺസ് അല്ലേ, ആ ന്യൂട്രോൺസിൻ്റെ സ്പീഡ് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. ഫോർ ദാറ്റ് we are using the moderator. ഓക്കെ, ബേസിക്കലി ഇടയ്ക്ക് ഞാൻ മാറ്റാൻ കാരണം ആനിമേഷൻസ് PDF വർക്ക് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഓൺലി വർക്ക് ഇൻ ദി PPT, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മാറ്റുന്നത്. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ആ ഒരു സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ നമ്മൾ മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ബേസിക്കലി വാട്ടറാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല കുറച്ച് മുന്നേ. ദർ വി ടോക്ക്ഡ് അബൌട്ട് protium, deuterium and tritium. Normally when we talk about water it is H2O. Okay, and ഇവിടെയുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ കാണുന്ന പ്രോട്ടിയമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്ത 1-1.
Okay, now suppose if I'm using deuterium for this, okay, deuterium use ചെയ്യാം. അപ്പോൾ deuterium യൂസ് ചെയ്യുന്ന സമയത്ത് it becomes D2O അല്ലെ deuterium dioxide. ഈ deuterium dioxide, because it is having that extra neutron, it is having higher mass number. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നത്? ഹെവി വാട്ടർ. കുറച്ചുകൂടി മാസ് ഉള്ളതുകൊണ്ട് അതിനെ ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് വിളിക്കുന്നു. ആൻഡ് യൂഷ്വലി വി യൂസ് ഹെവി വാട്ടർ ആസ് ദി മോഡറേറ്റർ, വിച്ച് ഇസ് നത്തിങ് ബട്ട് വാട്ടർ, ബട്ട് ഇൻ ദ ഫോം ഓഫ് deuterium dioxide. ഓക്കെ, ഹെവി വാട്ടർ. Then another thing that is used in nuclear reactor is a coolant. ഓക്കെ, ഇപ്പോൾ കൂളൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ത് റിയാക്ടറും കുറച്ച് നേരം വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂടാവും. ഇറ്റ് ഇസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് ഹീറ്റ്. So you have to reduce temperature, and for that we are using a coolant. Okay, it is nothing but to reduce temperature. ചിലപ്പോൾ വാട്ടർ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. Usually it is used, we use water only, അപ്പോൾ അതാണ് coolant. But remember these 4 terms: nuclear fuel, control rod, moderator and coolant. കാരണം ഈ നമ്മൾ റിയാക്ടേഴ്സിലേക്ക് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു 4 ടേംസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, am I clear on this? Okay, so now let us move to the next very important topic, that is nuclear power program in India. ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി വെച്ച് റിയാക്ടേഴ്സ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ ടെക്നോളജീസ്? ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. ആൻഡ് ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം വാസ് ബ്രോട്ട് ബൈ, ഓർ ദറ്റ് വാസ് ബേസിക്കലി ദി ഐഡിയ ഓഫ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, ഇതാരാണ്? ഹൂ ഇസ് ദിസ് പേഴ്സൺ? Yes, who is this? ആരാർക്ക് അറിയില്ലേ? This is Homi J. Bhabha, isn't it? Okay, so Homi J. Bhabha ആണ് ബേസിക്കലി ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഓക്കെ, നൗ he had actually said that ഇത് ബേസിക്കലി നമ്മളൊരു ഇൻഡിപെൻഡൻസിന് ശേഷം ആണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വി നോ ദാറ്റ് ഇൻഡിപെൻഡൻസ് സമയത്ത് ഇവിടെ ഏതാണ്ട് 20% ആൾക്കാർ ലിറ്ററേറ്റ് ഉള്ളൂ, പോവർട്ടി ഭയങ്കര അധികമാണ്, അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഹൈ എൻഡ് ടെക്നോളജിയുടെ ഒരു കാര്യം ഒന്ന് ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഓക്കെ, സോ ഇന്ത്യ വാസ് ആക്ച്വലി ഇനീഷ്യലി, എസ്പെഷ്യലി ദി പ്രൈം മിനിസ്റ്റർ നെഹ്റു വാസ് ആക്ച്വലി നോട്ട് റെഡി ടു ഗോ ഫോർ സച്ച് ഹൈ എൻഡ് ടെക്നോളജി. ന്യൂക്ലിയർ ടെക്നോളജി ഒത്തിരി ടെക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒത്തിരി ഹൈ എൻഡ് ടെക്നോളജി ഒക്കെ വേണ്ട സാധനമാണ്. പക്ഷേ ആ സമയത്ത് ഇന്ത്യ അതിനോടൊരു പൊസിഷനിലായിരുന്നില്ല. Okay, but there was one person who said that we need it. Okay, and it was Homi J. Bhabha. Basically, he was actually going and trying convincing Nehru that okay, നമുക്കിത് വേണം എന്ന് പറഞ്ഞ് അവസാനം basically he was able to convince നെഹ്റു. അങ്ങനെ അവസാനം ബേസിക്കലി കൺവിൻസിങ് സ്റ്റാർ പോലെ ഹോമി ജെ ഭാഭ കൺവിൻസ് ചെയ്താണ് ഇന്ത്യൻ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് 3-stage program. It was called as 3-stage program. Okay, this is very, very important. We are going to discuss in detail what is this 3-stage program. Okay, ശരി. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ന്യൂക്ലിയർ എനർജി കൊണ്ടുവരണം. ഓക്കെ, പക്ഷേ നമ്മൾ ഒരു 1950s 1960s സമയത്ത് വി ആർ നോട്ട് ഹാവിങ് സോ മച്ച് ടെക്നോളജി ഓർ മണി ആൻഡ് എവറിത്തിങ് ടു ഗോ ഫോർ എ ഫുൾ ഫ്ലെഡ്ജ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് എത്താം. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് അവിടെ എത്താം, ഓരോരോ സ്റ്റേജസ് ആയിട്ട്. അങ്ങനെ 3 സ്റ്റേജസിലേക്കായിരിക്കും നമ്മൾ എത്തണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് വലിയ വലിയ ഗോളുകൾ ഉണ്ടാകുന്ന സമയത്ത് യു ഹാവ് ടു ഗോ ഇറ്റ് ത്രൂ സ്റ്റെപ്സ്. ഓക്കെ, 1 at a time. Once we clear the first step, then the second step. അങ്ങനെയാണ് പോകേണ്ടത്. അതേപോലെ തന്നെ ഹിയർ ദി സെയിം ഐഡിയ വാസ് ദ സെയിം.
ഓക്കെ 3 stages ആയിട്ട് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ എപ്പോഴും ഈവൻ ദി UPSC എക്സാമിനേഷൻ ടോക്സ് അബൌട്ട് വാട്ട് പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ. ഓക്കെ ഇത് 3 stages. അപ്പോൾ ഓരോ സ്റ്റേജസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ ഐഡിയ ആണ്. ഫസ്റ്റ് സ്റ്റേജ് സക്സസ് ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാം, അവിടുന്ന് തേർഡ് സ്റ്റേജിലേക്ക് പോകാം. ഓക്കെ ഇതാണ് ഐഡിയ. ജസ്റ്റ് ഫസ്റ്റ് ഷോ ഇറ്റ് ഹിയർ. സി ഒരു സ്റ്റേജ് സക്സസ് ആവും, പിന്നെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവും, പിന്നെ തേർഡ് സ്റ്റേജിലേക്ക് പോവും, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ അപ്പോൾ ബേസിക്കലി നമ്മുടെ കയ്യിൽ യുറേനിയം യൂസ് ചെയ്യാം, തോറിയം യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ദാറ്റ് ഇന്ത്യയിൽ കൂടുതലും ഉള്ളത് ഏതാ, തോറിയം ആണോ യുറേനിയം ആണോ? തോറിയം ആണോ യുറേനിയം ആണോ? Yeah, it is thorium. Okay, so thorium ആണ് നമുക്ക് കൂടുതൽ suitable, but again we do not have much technology to use thorium directly. Okay, so ഹോമിജെ ബാബ പറഞ്ഞ തോറിയം നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വയ്ക്കാം. ഓക്കെ ഫസ്റ്റ് നമുക്കിപ്പോൾ ബാക്കി കൺട്രീസിന് ടെക്നോളജി ഇമ്പോർട്ട് ചെയ്ത് യുറേനിയം പഠിക്കാം. ഓക്കെ അങ്ങനെ യുറേനിയം ആദ്യം നമ്മൾ പഠിച്ച് അത് ആദ്യം കൊണ്ടുവന്നിട്ട് പിന്നെ പതുക്കെ തോറിയത്തിലേക്ക് പോകാം. സോ ഫസ്റ്റ് സ്റ്റേജ് വി ആർ ഗോയിങ് ടു യൂസ് യുറേനിയം. ഓക്കെ ഇത് സക്സസ്ഫുൾ ആയിട്ട് സെക്കൻഡ് സ്റ്റേജിൽ പിന്നെ ഈ ഇവിടുന്ന് കിട്ടുന്ന യുറേനിയം അതേപോലെ തന്നെ പ്ലൂട്ടോണിയം യൂസ് ചെയ്ത് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് സക്സസ്ഫുൾ ആക്കും. തേർഡ് സ്റ്റേജിന് വേണ്ടിയിട്ട് നമ്മൾ തോറിയം യൂസ് ചെയ്യും. ഓക്കെ സോ ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹോമിജെ ബാബ വാസ് ടു യൂസ് തോറിയം. ഇതാണ് നമ്മുടെ ഗോള്. പക്ഷേ വിൽ യൂസ് ഫസ്റ്റ് യുറേനിയം, അത് സക്സസ്ഫുൾ ആയിട്ട് സെക്കൻഡിലേക്കും പിന്നെ തേർഡിലേക്ക് പോകും. ഓക്കെ ഇതായിരുന്നു ഐഡിയ ഓഫ് ഹോമിജെ ബാബ. ഓക്കെ അങ്ങനെ 1954 ആദ്യമായിട്ട് അറ്റോമിക് എനർജിയെ കുറിച്ച് കൊണ്ടുവരുന്നതും പതുക്കെയാണ് അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഇല്ല ടെക്നോളജി. ഓക്കെ വി ഹാവ് ദ ടെക്നോളജി ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ അതിന് ടെക്നോളജി ഉണ്ട് നമ്മുടെ കയ്യിൽ. സെക്കൻഡ് സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ടെക്നോളജി ഉണ്ട്. വി ഓൾസോ ഹാവ് ടെക്നോളജി ഫോർ ദി സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ നോ വാട്ട് അബൌട്ട് ദി തേർഡ് സ്റ്റേജ്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ദാറ്റ് വി ഡു നോട്ട് ഹാവ് ദ ടെക്നോളജി ഫോർ യൂസിങ് thorium. ഓക്കെ സോ തോറിയം ബേസ്ഡ് തേർഡ് സ്റ്റേജ് റിയാക്ടേഴ്സിനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. ഓക്കെ ദാറ്റ് വി ഡു നോട്ട് ഹാവ് ദി ടെക്നോളജി. ഓക്കെ ഇനി ഇപ്പോൾ ടെക്നോളജി ഉണ്ടാവുന്നത് ഒരു കാര്യം, അത് കമേഴ്ഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. അതായത് ഒരു സാധനം ടെക്നോളജി എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ പക്ഷേ അത് എത്രമാത്രം ഫീസിബിളാണ് എന്ന രീതിയിൽ ഇപ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല. അത്ര ഹൈ സ്കെയിൽ നമുക്ക് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ശരിയല്ലേ? ഓക്കെ അപ്പോൾ കമേഴ്ഷ്യലായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ന്യൂക്ലിയർ പ്ലാന്റ് എടുക്കുകയാണ്. ഓക്കെ അത് ഏത് സ്റ്റേജിലായിരിക്കും? കമേഴ്ഷ്യൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഫസ്റ്റ് സ്റ്റേജിൽ പറ്റും. ഓക്കെ പക്ഷേ സെക്കൻഡ് സ്റ്റേജിൽ അത് ഇതുവരെ ആയിട്ടില്ല. അത് ടെക്നോളജി ഉണ്ട്, പക്ഷേ ലാർജ് സ്കെയിലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തേർഡ് സ്റ്റേജിൽ പിന്നെ പറയേണ്ട ആവശ്യം പോലും ഇല്ല, ടെക്നോളജി ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് ദി കമേഴ്ഷ്യൽ യൂസ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാനിവിടെ കുറച്ച് റഫായിട്ടാണ് അത് വരച്ചിരിക്കുന്നത്, പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ ഐ ഷോ ദ ടേബിൾ ആഫ്റ്റർ വർഡ്സ് ഓൾസോ യു ഗെറ്റ് എൻ ഐഡിയ. ബട്ട് ഈ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ദി ഫസ്റ്റ് സ്റ്റേജ് ഫുള്ളി. Second stage we have technology, but we still do not have the commercial scale. And third stage we do not have technology also. So currently നമ്മൾ എവിടെയാണെന്ന് എന്ന് ചോദിച്ചാൽ I would say we are basically in the second stage. We are trying to fulfill the second stage. Okay, so ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവിടെയും പറയുന്നത് സ്റ്റേജ് 1, സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3. ഓക്കെ നാച്ചുറൽ യുറേനിയം പിന്നെ അവിടെ നിന്ന് വരുന്ന ബൈ പ്രൊഡക്ട്സ് വെച്ച് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നു. ഓക്കെ ദെൻ ഫ്രം ദെയർ വിൽ ഗോ ടു ദ തേർഡ് സ്റ്റേജ് വേർ വിൽ യൂസ് തോറിയം. ഓക്കെ സോ ദിസ് ഈസ് ദി ലാർജർ ഐഡിയ. നമുക്ക് തോറിയത്തിൻ്റെ ഇതുവരെ ആയിട്ടില്ല. ഓക്കെ സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ്. ദ ഫസ്റ്റ് സ്റ്റേജ് വി ആർ യൂസിങ് യുറേനിയം. ഓക്കെ ആദ്യം നാച്ചുറൽ യുറേനിയം ആണ് യൂസ് ചെയ്ത്, ഇപ്പോൾ എൻറിച്ച്ഡ് യുറേനിയം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കമേഴ്ഷ്യലി പോസിബിളാണ്. ഓക്കെ അതിൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് കോൾഡ് ആസ് എ ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, ദി അതർ വൺ ഇസ് എ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആൻഡ് തേർഡ് വൺ ഇസ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. പ്ലൂട്ടോണിയം യൂസ് ചെയ്യുന്നതിന് നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ടില്ല, പക്ഷേ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേഷൻ പോസിബിൾ ആയിട്ടുണ്ട്.
Okay, and then in the third one, you are trying to use thorium, which is still in R&D. അതായത് ടെക്നോളജി പോലും ഇല്ല. We are not yet having the technology. Okay. കേരളത്തിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരണം. അതിപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി വരും. Okay. So this is basically the idea that we have been discussing, that there are 3 stages that is there. Okay. Where we are talking about uranium, plutonium and thorium. Okay. In നമ്മൾ ഓരോ സ്റ്റേജിലെയും ചില ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ ഐഡിയ നമുക്ക് ആദ്യം പഠിക്കാം. Okay. So stage 1. Okay. Don't worry about the PPT, you'll get the PPT. Okay. I have already shared with the team, they'll give it to you after the class. Now, stage 1 എന്ന് പറയുന്നത് we know that here we are using uranium. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ടറാണ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പോണൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് യുറേനിയം ആണ്. ഓക്കെ, നൗ ഹിയർ ഇറ്റ് സെൽഫ് ദേ ആർ സെയിങ് ഹെവി വാട്ടർ അല്ലേ. അപ്പോൾ നമുക്കറിയാം ദാറ്റ് വി ആർ യൂസിങ് ഹെവി വാട്ടർ ആസ് എ മോഡറേറ്റർ. ഓക്കെ, ഹെവി വാട്ടറാണ് മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. Okay, that is deuterium oxide, that is being used as a moderator. Even as a coolant also we are using this heavy water. Okay, ഇനി ഇതിൻ്റെ വേറെ വേർഷനാണ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ there is no mention of heavy water. Okay, so here we are using the light water. Light water is nothing but, it is nothing but normal water. Okay, that is being used as the moderator and the coolant. Is it clear? Okay, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, that there are pressurized heavy water and pressurized water reactors wherein we are using this heavy water and light water as the moderators. Okay, ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഏത് ന്യൂക്ലിയർ റിയാക്ടർ ആയിക്കോട്ടെ അതെല്ലാം സ്റ്റേജ് 1 ആണ്. ഓക്കെ, നിങ്ങൾ എന്തിൻ്റെ പേരിട്ടോ, കൂടംകുളം ഓർ സെയിം റാവത്ത് ഭട്ട, ജൈതാപൂർ, അങ്ങനെ ഏതിൻ്റെ പേര് ഇട്ടോളൂ, നാരോറ, വാട്ട് എവർ ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി എ സ്റ്റേജ് 1 ന്യൂക്ലിയർ റിയാക്ടർ. അത് മിക്കതും പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറാണ്. ചിലതാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ ഏറ്റവും അടുത്ത് വരുന്ന കൂടംകുളമൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ഓർത്ത് വയ്ക്കാം. നൗ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഗോ ടു സ്റ്റേജ് 2. ഓക്കെ, സ്റ്റേജ് 2. നൗ ബിഫോർ ഗോയിങ് ടു സ്റ്റേജ് 2, let us just try to understand what is actually happening in this pressurized heavy water reactor that we discussed earlier. Okay, അപ്പോൾ ഇവിടുന്ന് we know that നമ്മൾ യുറേനിയം കൊടുക്കുന്നുണ്ട്, isn't it? Now യുറേനിയം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹെവി വാട്ടർ ആയതുകൊണ്ട് തന്നെ I'm going to use D2O as moderator and coolant അല്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് എനർജി കിട്ടുന്നുണ്ട് അല്ലേ, എനർജി കിട്ടുന്നുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്ത യുറേനിയത്തിൽ എനിക്ക് കുറച്ച് ഭാഗം മാത്രമേ ഫിസൈൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സേ ഒരു 5% എനർജി യുറേനിയമാണ് യൂസ് ചെയ്തതെങ്കിൽ 5% എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബാക്കി 95% എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ബാക്കി വരുന്ന 95% യുറേനിയം എനിക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടും. ദിസ് ഇസ് കോൾഡ് ആസ് ഡിപ്ലീറ്റഡ് യുറേനിയം. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് എ ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, ദിസ് ഇസ് ഓഫ് നോ യൂസ്. ദിസ് ഇസ് യുറേനിയം 238. ഓക്കെ, വിച്ച് ഇസ് ഫെർട്ടൈൽ. പക്ഷേ ഈ യുറേനിയത്തിൻ്റെ വേറെ ഗുണമുണ്ട്. ഇത് ഈ പറയുന്ന യുറേനിയം 238 ഞാൻ ചില പ്രോസസ്സിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ I can convert it into plutonium 239. I can convert it into plutonium 239. Okay, and that is taking us to stage 2. ഓക്കെ, അതായത് നമ്മൾ ഇതാണ് കണക്ഷൻ. സ്റ്റേജ് 1 സ്റ്റേജ് 2യിലെ കണക്ഷൻ ഇതാണ്. ഫസ്റ്റത്തിൽ നിന്ന് കിട്ടിയ ബൈ പ്രൊഡക്റ്റായ ഡിപ്ലീറ്റഡ് യുറേനിയത്തിൽ നിന്നാണ് നമ്മൾ പ്ലൂട്ടോണിയം കിട്ടുന്നത്. ആ പ്ലൂട്ടോണിയം നമ്മൾ എവിടെ കൊണ്ടുപോകുന്നു? ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് in the stage 2 reactor, which is called as a fast breeder reactor. Okay, is that clear? Fast breeder reactor. Okay, now ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ എന്താ നമുക്ക് സംഭവിക്കണം നമുക്ക് നോക്കാം. I'm just okay, I'll do it here itself. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നൗ
in this fast breeder reactor, which is in stage 2, here I am going to use this uranium, അതേപോലെ plutonium വരുന്നുണ്ട്. അതായത് ഇത് രണ്ടും സ്റ്റേജ് 1 എന്ന് വരുന്ന ഓക്കെ പ്ലൂട്ടോണിയം വരുന്നുണ്ട്. ഇവിടെ നിന്നും ചില സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിയാക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പേരിൽ എന്താണ് ഫാസ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ദാറ്റ് മോഡറേറ്റർ is basically used to reduce the speed of neutrons. Okay, now if you are using this to reduce speed of neutrons, ഒരു moderator യൂസ് ചെയ്യുന്നില്ലെങ്കിൽ then there is nothing to reduce it. So what's happening here is that ഇവിടെ moderator യൂസ് ചെയ്യുന്നില്ല. We are not using a moderator. അപ്പോൾ ന്യൂട്രോൺസ് നല്ല സ്പീഡിലായിരിക്കും വരാൻ പോകുന്നത്. hence the name what fast. Okay, so always remember that the moderators are not there in a fast breeder reactor. Okay, that's the reason why the name is called as what? Fast. ഇനി ഇവിടെ സ്വാഭാവികമായിട്ടും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഗെറ്റ് എനർജി, ന്യൂക്ലിയർ എനർജി. നൗ അതുകൂടാതെ വി ആർ ഓൾസോ ഗോയിങ് ടു ഗെറ്റ് സം പ്ലൂട്ടോണിയം വിച്ച് ഇസ് ആസ് എ ബൈ പ്രൊഡക്റ്റ്. ഇവിടെ നമുക്ക് എന്താണ് പ്ലൂട്ടോണിയം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. കാരണം കുറച്ച് യൂസ് ചെയ്യാത്ത പ്ലൂട്ടോണിയം ഉണ്ടാവും. ആ യുറേനിയത്തിൽ നിന്ന് എല്ലാം മാറി വരുന്ന യൂസ് ചെയ്യാത്ത പ്ലൂട്ടോണിയം ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം. ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പ്ലൂട്ടോണിയം എനിക്ക് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് യൂസ് ചെയ്തുകൂടെ. ഓക്കെ, ദി പ്ലൂട്ടോണിയം വിച്ച് ഐ എം ഗെറ്റിംഗ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഐ ക്യാൻ അഗെയിൻ യൂസ് ഇറ്റ് ആസ് ദി ഇൻപുട്ട്. ഫ്രം ദി ഔട്ട്പുട്ട് ഐ ക്യാൻ അഗെയിൻ യൂസ് ഇറ്റ് ആസ് ദി ഇൻപുട്ട്. ഓക്കെ, അങ്ങനെ ഈ ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടറിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കുറച്ച് നേരം യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പ്ലൂട്ടോണിയം കിട്ടി, വീണ്ടും യൂസ് ചെയ്തപ്പോൾ വീണ്ടും കുറേ പ്ലൂട്ടോണിയം കിട്ടി. ആ പ്ലൂട്ടോണിയം എടുത്ത് ഞാൻ വീണ്ടും യൂസ് ചെയ്യണം. അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആവശ്യത്തിനേക്കാളും കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ദി പ്രൊഡക്ഷൻ ഇസ് മോർ ദൻ ദി കൺസംപ്ഷൻ എന്ന് പറഞ്ഞ അവസ്ഥ വരും. ഓക്കെ, വേറെ ഐ എം ഗെറ്റിംഗ് മോർ ദൻ വാട്ട് ഐ നീഡ്. ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ബ്രീഡർ. ഓക്കെ, ബ്രീഡർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഗോയിങ് ടു മൾട്ടിപ്ലൈ അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതേപോലെ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാവ് എ പ്രൊഡക്ഷൻ വിച്ച് ഇസ് more than the consumption, hence they are called as what? Breeder reactor. Okay, so that is the reason why it is called as breeder reactor. ഓർത്ത് വയ്ക്കുക, ഫാസ്റ്റും ബ്രീഡറും. ആ പേരിൽ തന്നെ നമുക്ക് ഐഡിയ ഉണ്ടാവും. ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് യൂസിങ് എ മോഡറേറ്റർ. ബ്രീഡർ ബിക്കോസ് വി ആർ ഗെറ്റിംഗ് പ്ലൂട്ടോണിയം അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഒരു അക്ഷയപാത്രം പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഐഡിയ ഓഫ് ദിസ് സ്റ്റേജ് 2 ആൻഡ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഹിയർ. കാരണം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടറിൻ്റെ ടെക്നോളജി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഈ കൽപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് വി ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാന്റ്. ഓക്കെ, ഇത് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് എസ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഓക്കെ, വേർ ഇസ് ദിസ് കൽപ്പാക്കം? ഇൻ വിച്ച് സ്റ്റേറ്റ്? In which state? Yes, Tamil Nadu, isn't it? Okay, so it is in Tamil Nadu. Now, this is technology demonstrate ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് ബീൻ ഫോളോവിങ് ദ ന്യൂസ്, ഓക്കെ, ആരെങ്കിലും ഇത് ഈ ഒരു അടുത്ത ന്യൂസിൽ കണ്ടിരുന്നോ? ഐ തിങ്ക് ഒരു 4-5 ദിവസമായിട്ടുള്ള ഇത് ന്യൂസിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. എനിബഡി? ന്യൂസ് വായിക്കാറുണ്ടെങ്കിൽ കാണും. See, this has been in the news very recently. See, April 8th ആണ് the news, 1 week before. Okay, so because ഇന്ത്യയിലൊരു മേജർ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ടർ മേജർ ബ്രേക്ക് ത്രൂ ആയിട്ട് we have been saying that it has achieved criticality. ഓക്കെ, അതായത് ഇതുവരെ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെദർ ആർ വി ഏബിൾ ടു പ്രൊഡ്യൂസ് കമേഴ്ഷ്യലി ഓർ നോട്ട്. അപ്പോൾ ഇതിൻ്റെ മേജർ സ്റ്റേജാണ് ക്രിട്ടിക്കാലിറ്റി. ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു ചെയിൻ റിയാക്ഷൻ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
ഓക്കെ, സെൽഫായിട്ട് നമ്മൾ നേരത്തെ കാണുന്ന ചെയിൻ റിയാക്ഷൻ ഉണ്ടല്ലോ അങ്ങനെ പൊട്ടി പോകുന്നത്, അത് എത്രമാത്രം സ്വയം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതാണ് ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇൻ ദ ഫ്യൂച്ചർ വി ക്യാൻ പ്രൊഡ്യൂസ് കമേഴ്ഷ്യൽ എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ബിഗ് ചെക്ക് പോയിന്റ് ഫോർ കമേഴ്ഷ്യൽ എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ നാളെ നമുക്കിത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് 2 നമ്മൾ ഇതുവരെ കമേഴ്ഷ്യൽ എത്തിയിട്ടില്ല, പക്ഷേ ഹൈ ചാൻസ് ദാറ്റ് ഇൻ ദി കമ്മിങ് ഫ്യൂച്ചർ ഇൻ ദി കമ്മിങ് ഇയേഴ്സ് വി ക്യാൻ റീച്ച് ദർ. ഇതൊരു മേജർ ബ്രേക്ക് ത്രൂ ആണ്. അത് കാരണം ഇന്ത്യ അച്ചീവിങ് ക്രിട്ടിക്കാലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലോകത്ത് ആകെ രണ്ട് കൺട്രീസിന് മാത്രമേ ഈ പ്ലൂട്ടോണിയം ബേസ്ഡ് ഫാസ്റ്റ് ബ്രേഡ് റിയാക്ടറിന് ക്രിട്ടിക്കാലിറ്റി അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എത്തിയിട്ടുള്ളൂ. ഒന്ന് റഷ്യയാണ്, ദെൻ സെക്കൻഡ് ഇൻ ലൈൻ ഇസ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്യുന്നത് വലിയൊരു മേജർ ബ്രേക്ക് ത്രൂ ആണ്. ദിസ് ഇസ് കൈൻഡ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so that is how this is being linked in the current affairs. Now coming to stage 3. Okay, stage 3, as we said, we are using thorium. Now thorium using reactors ഇതുവരെ ഒന്നും ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. They are not technologically feasible. Okay, അത് കാരണം തന്നെ you don't need to study in detail like the other ones. What you have to only do is that maximum ഇതിൻ്റെ പേര് മാത്രം ഓർത്ത് വയ്ക്കാം. ഓക്കെ, പ്രിലിംസിന് മേ ബി ചോദിക്കാം, വെരി വെരി ലെസ് ചാൻസ്. മാക്സിമം ചോദിച്ചാൽ തന്നെ ഇതിൽ ഏതൊക്കെയാണ് തോറിയം ബേസ്ഡ് റിയാക്ടേഴ്സ് എന്ന് ചോദിക്കാം. കാരണം ഇതെല്ലാം ടെക്നോളജീസാണ്, പല വഴിയിലൂടെ പല രീതി അവർ നോക്കുന്നേ ഉള്ളൂ. നത്തിങ് ദേ ഹാവ് അച്ചീവ് നത്തിങ്. Okay, so just remember the names, you don't need to know in detail. Okay, but the other two stages you have to know in detail: pressurized heavy water reactor and the fast breeder reactor, especially it has been in the news. So that is about the 3-stage program. Okay, I hope this is clear. Okay, Reduvara? All right, so now let us move to some other topics, especially which has been in the news from the past 1 year. Okay, one is something called as modular reactors and small modular reactors. Okay, ഇത് കഴിഞ്ഞൊരു 1 to 2 years ആയിട്ട് ഭയങ്കരധികം ഡിസ്കഷൻസിലുള്ള ഒരു സാധനമാണ്. എസ്പെഷ്യലി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മിഷനാണ് ന്യൂക്ലിയർ എനർജി മിഷൻ. Okay, nuclear energy mission was brought in 2025 budget. ഈ ന്യൂക്ലിയർ എനർജി മിഷനിൽ നമ്മൾ ഇന്ത്യയിൽ ഏതാണ്ട് 100 GW എനർജി ബൈ 2047 ന്യൂക്ലിയർ എനർജിയിൽ കൊണ്ടുവരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായത്. ആൻഡ് അതിൽ പല കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, ലൈക്ക് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവരണം, പണ്ടുണ്ടായ ചില ആക്ടുകളുണ്ട്, അറ്റോമിക് എനർജി ആക്ട്, സിവിൽ ലയബിലിറ്റീസ് ന്യൂക്ലിയർ ഡാമേജസ് ആക്ട്, ഇങ്ങനത്തെ പല ആക്ടുകൾ നമ്മൾ അമെൻഡ് ചെയ്യാൻ കുറേ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻഷൻ വന്നത് ദാറ്റ് വി ആർ ഗോയിങ് ടു യൂസ് സംതിങ് കോൾഡ് ആസ് ദിസ് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് ഓർ മോഡുലർ റിയാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 3-stage പ്രോഗ്രാമിലെ റിയാക്ടേഴ്സ്, ഈ ഫാസ്റ്റ് ബ്രീഡർ ആയിക്കോട്ടെ, പ്രഷറൈസ് ഹെവി വാട്ടർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് 6000 MW, അങ്ങനെ പലത് ഭയങ്കര വലുതാണ്. അപ്പോൾ അത്രയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, യു നീഡ് ലോട്ട് ഓഫ് ലാൻഡ്. ഓക്കെ, അതിനടുത്തുനിന്ന് ആൾക്കാരുണ്ടാകാൻ പാടില്ല, കാരണം വേസ്റ്റ് ഉണ്ടാവും, ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഉണ്ടാവും. വേറെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് സേഫ്റ്റി. സം ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഇസ് ഗോയിങ് ടു ലീഡ് ടു ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഓക്കെ, സേഫ്റ്റിയുടെ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അത് കാരണം ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് സ്മോൾ മോഡൽ റിയാക്ടേഴ്സ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ കുറച്ച് എനർജി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ മോഡുലർ റിയാക്ടേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലെസ് ദാൻ 500 MW. ഓക്കെ, ആൻഡ് 500 MW, and if it is a small modular reactor it is going to be 300 MW. Okay, so small amounts of electricity. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് ന്യൂക്ലിയർ ഫ്യൂവൽ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ സേഫ്റ്റി കൺസേൺസ് കുറവാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് മോഡുലറാണ്. അതായത് പാർട്ടായിട്ട് ഉണ്ടാക്കാം. ആദ്യം ഒരു സാധനം വെച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ വെച്ചു, അങ്ങനെ പതുക്കെ മോഡലായിട്ട് റിയൽ ടൈമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമാണ്. സോ ദീസ് ആർ നൗ ബീങ് ട്രൈഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ്, ആൻഡ് ഇന്ത്യ സെഡ് ദാറ്റ് ഇന്ത്യയും ഇത് കൊണ്ടുവരും ഇന്ത്യയിൽ. ഓക്കെ, ഇപ്പോൾ ഈ മിഷനിൽ പറയുന്നൊരു കാര്യം ദാറ്റ് ഇന്ത്യയിൽ 2033 ആകുമ്പോഴേക്കും വി ആർ ഗോയിങ് ടു ഹാവ് 5 such SMRs.
ഓക്കെ, അപ്പോൾ ഇത് ന്യൂസിലുണ്ടായിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, SMR-ൻ്റെ സംഭവം എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക, സേഫ്റ്റി കൂടുതലായിരിക്കും, പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, കുറച്ച് സ്ഥലം മതി, ഓൾ ദാറ്റ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ന്യൂക്ലിയർ എനർജി മിഷനിൽ നമുക്ക് ഈ SMR ഉണ്ടാക്കണം അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി കൂട്ടണം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ ന്യൂക്ലിയർ എനർജി 10 ഗിഗാവാട്ടിനേക്കാളും താഴെയാണ്. അവിടെ നിന്ന് നമ്മൾ 100 ഗിഗാവാട്ടിലേക്ക് 2047 എത്തിക്കാൻ ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി നീഡ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഹിയർ, വി നീഡ് മോർ ടെക്നോളജി ഹിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് പ്ലെയേഴ്സിന് ആവശ്യമാണ്. പ്രൈവറ്റ് പ്ലെയേഴ്സിന് ആവശ്യമാണ്. ഓക്കെ, ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിന് ആവശ്യമാണെങ്കിൽ ഇന്ത്യയിലെ ചില ലീഗൽ ലോസ് എല്ലാം മാറ്റേണ്ടി വരും. ഓക്കെ, അങ്ങനെ വി ഹാഡ് ടു അമെൻഡ് certain laws, and that is where we amended a few laws, that is the Atomic Energy Act and the Civil Liabilities to Nuclear Damages Act. ഓക്കെ, അതായത് സിവിൽ ലയബിലിറ്റീസ് ന്യൂക്ലിയർ ഡാമേജസ് ആക്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ആരാണ് ലയബിലിറ്റി പേ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ എല്ലാം അട്രാക്ട് ചെയ്യണമെങ്കിൽ ഈ ലയബിലിറ്റീസ് എല്ലാം കൂട്ടണോ അതോ കുറയ്ക്കണോ? എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഐഡിയ എന്ന് ആലോചിച്ച് നോക്കിയേ. Should we liberalize the sector or make it more stringent? Yes, we have to decrease the liabilities. Okay, ഈ ശാന്തി ആക്ടിൻ്റെ മെയിൻ പ്രൊവിഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ മിക്ക സാധനങ്ങളും it is going to attract the private sector. So it said that we are going to allow private sector. ആദ്യമായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടർ അറ്റോമിക് എനർജിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതുവരെ നമ്മൾ ഗവൺമെൻറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So now we said that we are going to allow private sector. Changes to the nuclear liability, tired liability. അതായത് പണ്ടെന്ന് വെച്ചാൽ എന്ത് ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായാലും തന്നെ എല്ലാവർക്കും ഒരേ ലയബിലിറ്റി. അതായത് ഇപ്പോൾ എല്ലാവരോടും പറയാണ് നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ആയാൽ യു ഹാവ് ടു പേ 1000 crores. ഓക്കെ, അത് വലുതാണ് ചെറുതാണ് ഒരു കുഴപ്പമില്ല, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വി ആർ ഗോയിങ് ടു ഹാവ് എ ടയർ ലൈക്ക് സം 1000 crore വലിയ പ്രശ്നമാണെങ്കിൽ, മറ്റേ ചെറിയ പ്രശ്നമാണെങ്കിൽ 300 crore ലയബിലിറ്റി ഉള്ളൂ. അങ്ങനെ പല ടയർ എന്നുണ്ട്. ഓക്കെ, നോ അഗെയിൻ ഇത് എക്സാക്ട്ലി എന്താണ് വാല്യൂസ് അറിയേണ്ട ആവശ്യമില്ല, ബട്ട് യു ഷാവ് ടു നോ ദി ഐഡിയ ഓഫ് ടയർ ലയബിലിറ്റി. പിന്നെ ഇതിൻ്റെ വേറെ സാധനം പറയണത്, ഇന്ത്യയിലുള്ള ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഇന്ത്യയിൽ ആരാണോ ഈ ന്യൂക്ലിയർ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ലയബിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് നെഗ്ലിജൻസ് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ ഓപ്പറേറ്ററിനാണ് അതിൻ്റെ ലയബിലിറ്റി ഉണ്ടാവുക, നോട്ട് ദി പ്രൈവറ്റ് പ്ലെയർ. അപ്പോൾ എല്ലാ ലയബിലിറ്റീസ് പ്രൈവറ്റ് പ്ലെയർ ലയബിലിറ്റീസ് കുറച്ചുകൊണ്ടിരിക്കുക, അത്ര ആലോചിച്ചാൽ മതി നിങ്ങൾക്ക്. പിന്നെ there is something called as the AERB or the Atomic Energy Regulatory Board. It has been given statutory status. ഓക്കെ, വേറെ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്, ഇത് വായിച്ചു നോക്കുക. ദിസ് ഇസ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. ഓക്കെ, ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. ഓക്കെ, ബട്ട് റിമെമ്പർ ദിസ് ഐഡിയ ഓഫ് ലയബിലിറ്റീസ് ആസ് വെൽ ആസ് ദറ്റ് പ്രൈവറ്റ് സെക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാം. അതിൻ്റെ ഒരു മേജർ കറണ്ട് ഹാപ്പനിങ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗ ഇത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ന്യൂക്ലിയർ എനർജി വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഓൾ ഓഫ് ദറ്റ്. ഓക്കെ, ബട്ട് ദ ഐഡിയ ഓഫ് ന്യൂക്ലിയർ എനർജി ഇസ് ഓൾവേസ് ദാറ്റ് വി ക്യാൻ ആക്ച്വലി ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി, അല്ലേ? വി ക്യാൻ ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി. ഇത്രയധികം എനർജി ഉണ്ടാക്കാം ദാറ്റ് കുഡ് ആക്ച്വലി മേക്ക് എ ബോംബ്. ഓക്കെ, വി ഹാവ് ഓൾറെഡി സീൻ ദിസ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ ന്യൂക്ലിയർ എനർജി വെച്ചിട്ട് എത്രമാത്രം പവർ ഉണ്ടെന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഇന്ത്യ വിചാരിച്ചൊരു കാര്യം, നമ്മൾ ഇത്രയും കാലം ന്യൂക്ലിയർ പവറിൻ്റെ കാര്യമല്ല ആലോചിച്ചുകൊണ്ടിരുന്നത്, വൈ നോട്ട് മേക്ക് എ വെപ്പൺ. നമ്മൾ നേരത്തെ പറഞ്ഞു 1950s നെഹ്റുവിൻ്റെ അടുത്ത് ന്യൂക്ലിയർ എനർജി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ he was actually skeptical. Okay, he was not very much ready for it. But later onwards, okay, by the time of 1960s and all came up, okay, by the time especially Indira Gandhi was the Prime Minister, okay, the things changed. 1960 ഒക്കെ ആയപ്പോഴേക്കും ഇൻഡോ ചൈന വാർ വന്നു.
ഇന്ത്യ ഹാഡ് സഫേർഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോസസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അത് കാരണം ഇന്ത്യക്ക് ഈ ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ഡിഫൻസിൽ ഭയങ്കര ഒരു ആവശ്യമായി വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയ സമയത്തേക്ക് നെഹ്റുവിനെ പോലെയല്ല, ഇന്ദിരാഗാന്ധി സെഡ് ദാറ്റ് ഓക്കെ നമുക്ക് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കണോ വെപ്പൺ ഉണ്ടാക്കണോ എന്തോ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം പോകുന്ന രീതിയിലാണ് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നത്. അങ്ങനെ ബൈ ദ ടൈം ഓഫ് 1960s ആൻഡ് ഓൾ വി വർ ഗോയിങ് ഫോർ സംതിങ് കോൾഡ് ആസ് എ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം. ഓക്കെ, ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, നമ്മൾ ന്യൂക്ലിയർ എനർജി ഇലക്ട്രിസിറ്റി വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് വി ഹാഡ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. ഓക്കെ, ഇങ്ങനെ ചെയ്യണം, 3 സ്റ്റേജസിൽ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ബോംബ് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് അവിടെ സെക്കൻഡ് സ്റ്റേജ് പ്ലാന് എല്ലാം പറഞ്ഞിട്ടുണ്ടാക്കുമോ? നോ, വി ആർ നോട്ട് ഗോയിങ് ടു ഡു എനി ഓഫ് ഇറ്റ്. ഇറ്റ് വാസ് ഹൈലി കോൺഫിഡൻഷ്യൽ. Okay, very few people like Indira Gandhi, one of 5 of her administrators, a few people from the Atomic Energy Council, അത്ര പേർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഇതിനെക്കുറിച്ച്. അങ്ങനെ ഈ പറയുന്ന 5-10 ആൾക്കാർ മാത്രം അറിഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം. ഓക്കെ, കാരണം ഇത് നാളെ പുറത്താരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇസ് ഗോയിങ് ടു ഗെറ്റ് സാങ്ഷൻസ്. അങ്ങനെ ഈ പറയുന്ന 5 or 10 people, they went to a place in Rajasthan. Okay, very secluded place where nobody is there, where nobody is going to see. Where ഇപ്പോൾ വേറെ എവിടെ ചെയ്താലും ഈ CA അമേരിക്കയുടെ CA ആൾക്കാർ വന്നിട്ട് പൊക്കിക്കൊണ്ടു പോകും. ഓക്കെ, അത് കാരണം ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോയി. ആൻഡ് ദാറ്റ് പ്ലേസ് is called as Pokhran. And in 1970s we for the first time actually tested a nuclear weapon. നമ്മളൊരു ന്യൂക്ലിയർ വെപ്പൺ ആക്ച്വലി ഉണ്ടാക്കിയ ന്യൂക്ലിയർ ബോംബ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ചെയ്തു. ആൻഡ് ദർ ദി പെർട്ടിക്കുലർ ടെസ്റ്റ് വാസ് കോൾഡ് ആസ് സ്മൈലിംഗ് ബുദ്ധ. ഓക്കെ, സ്മൈലിംഗ് ബുദ്ധ. ബേസിക്കലി ബുദ്ധൻ പറഞ്ഞാൽ എന്താ, പീസ് വേണം, ശാന്തി വേണം എന്നെല്ലാം അല്ലേ. പക്ഷേ വാട്ട് ആർ വി ആക്ച്വലി ഡൂയിങ്, വി ആർ ആക്ച്വലി മേക്കിംഗ് എ ബോംബ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അതായത് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞു വി ആർ ആക്ച്വലി ഡൂയിങ് സ്മൈലിംഗ് ബുദ്ധ. ഓക്കെ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധ. നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻഫാക്ട് ഇന്ദിരാഗാന്ധി ആഫ്റ്റർ ബേസിക്കലി ഡൂയിങ് ദിസ് ടെസ്റ്റ് ഷീ സെഡ് ദാറ്റ് വി ഡിഡ് പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്. ഓക്കെ, പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അതായത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഓക്കെ, സോ റിമെമ്പർ ദിസ് പെർട്ടിക്കുലർ ടേം സ്മൈലിംഗ് ബുദ്ധ. ഓക്കെ, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ വെപ്പൺ ഉണ്ടാക്കിയതിന് ശേഷം ദർ ലോട്ട് ഓഫ് സാങ്ഷൻസ്. കുറേ കാലത്തേക്ക് ഇന്ത്യക്ക് ഐസൊലേഷൻ വന്നു, ന്യൂക്ലിയർ എനർജി ആരും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് കാലം നമ്മൾ അടങ്ങിയിരുന്നു. ഓക്കെ, ബട്ട് ഓൾമോസ്റ്റ് ആഫ്റ്റർ സേ 20 years, ഓക്കെ, അഗെയിൻ നമ്മൾ വീണ്ടും പോഖ്രാനിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധി മാറി, ദർ വാസ് അടൽ ബിഹാരി വാജ്പേയി, ഹിയർ യു വുഡ് ഫൈൻഡ് അബ്ദുൽ കലാം. ആൻഡ് വീണ്ടും പോഖ്രാനിൽ പോയിട്ട് വീണ്ടും നമ്മൾ ബോംബ് ടെസ്റ്റ് ചെയ്യാണ്. ദിസ് വാസ് എ സെക്കൻഡ് ടെസ്റ്റ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് മിഷൻ ശക്തി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പോഖ്രാനിൽ പോയിട്ടുണ്ട്. ഓക്കെ, ദി ഫസ്റ്റ് ടൈം സ്മൈലിംഗ് ബുദ്ധയിൽ നമ്മൾ ഒരു ഫിഷൻ ഡിവൈസാണ് ടെസ്റ്റ് ചെയ്തത്. ഇൻ ദി സെക്കൻഡ് ടൈം ഫിഷൻ മാത്രമല്ല ഫ്യൂഷനും ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് മേജറായിട്ട് ടെക്നിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2. അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഈ 2 പേരുകൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫിഷൻ ആണ് ഫസ്റ്റത്തെ, രണ്ടാമത്തെ മിഷൻ ശക്തി ആയപ്പോഴേക്കും ഫിഷാണ് ഫ്യൂഷൻ ഡിവൈസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു പോയിൻറ്റും കൂടി ഇവിടെ പറയാനുണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഒരു ഡിസ്കഷൻ തന്നെ പറയുന്നുണ്ടായി. ന്യൂക്ലിയർ ഫ്യൂഷൻ is basically having more energy than fission. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനാണ് കൂടുതൽ ബെറ്റർ ഓൾട്ടർനേറ്റീവ് അല്ലേ, നല്ലത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ കുറേ കാലം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ ടെസ്റ്റിംഗ് ദാറ്റ് വി ഹാവ് ബീൻ യൂസിങ് എ ഡിവൈസ് കോൾഡ് ആസ് എ ടോക്കമാക്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ടോക്കമാക് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ടു ചെക്ക് ഇഫ് ഫ്യൂഷൻ ഇസ് പോസിബിൾ ഓർ നോട്ട്. ഓക്കെ, നൗ അങ്ങനെ പല കൺട്രീസും ടോക്കമാക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഇപ്പോൾ ചൈനയുടെ ഉണ്ട്, സംതിങ് ഉണ്ട്, സീസ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. സൗത്ത് കൊറിയയുടെ ഉണ്ട്, US-ൻ്റെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ആക്ച്വലി ഫുള്ളായിട്ട് ഒരു കമേഴ്ഷ്യൽ സ്കെയിലിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം ടെക്നോളജി മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചു വൈ നോട്ട് വി ഓൾ കം ടുഗദർ. ഓക്കെ, നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് നമുക്ക് ചെയ്യാം.
ഓക്കെ, എനിക്കറിയാം, നിനക്കും പറഞ്ഞുതരാം, നിനക്കറിയാം, നീ എനിക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാം. അങ്ങനെ ഇവരെല്ലാവരും എത്തി ഫ്രാൻസിൽ. ഓക്കെ, ഓൾ ഓഫ് ദം കെയിം ടു ഫ്രാൻസ് ആൻഡ് മെയ്ഡ് സംതിങ് കോൾഡ് ആസ് ദി ITR. ഓക്കെ, ITR സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ experimental reactor. Okay, experimental reactor. So all these countries, they came together and made something called as the ITR. Okay, എന്തിനാ വേണ്ടിയിട്ടാണ്? To conduct nuclear fusion. Okay, അപ്പോൾ ഇന്ത്യയും മെമ്പറാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇന്ത്യ ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഒരു ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന സംതിങ് കോൾഡ് ആസ് ക്രയോസ്റ്റാറ്റ്. ഓക്കെ, ക്രയോസ്റ്റാറ്റ് സംതിങ് ദാറ്റ് ഇന്ത്യ ഈസ് പ്രൊവൈഡിങ് ടു ദി ITR. ഓക്കെ, ഇത് ഈ വർഷത്തെ മെയിൻസിൽ ഒരു ചോദ്യമായിരുന്നു ഇതിനെക്കുറിച്ച്. ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദി പ്രിലിംസ് ഓൾസോ. ഓക്കെ, സോ ഇതും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓൾറെഡി 2016 ദർ ഹാസ് ബീൻ എ ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ ദറ്റ് ഇന്ത്യ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ദി ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റൽ റിയാക്ടർ. ഇത് സക്സീഡ് ആയാൽ വാട്ട് ഇസ് ഗോയിങ് ടു ബി ദി ഇമ്മീഡിയറ്റ് അഡ്വാൻറ്റേജ് ഫോർ ഇന്ത്യ? What is going to be the answer? Yes, എന്താണ്? It can build fusion reactors for power generation. Okay, ഒരു സിമ്പിൾ ചോദ്യമാണ്. You can again expect questions from this area again. Okay, so with that we have completed nuclear energy. Okay, നമുക്ക് ഇനി ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഹൈഡ്രജൻ എനർജിയാണ്. ബട്ട് ഇഫ് വിൽ ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് ദെൻ വിൽ സ്റ്റാർട്ട് അഗൈൻ. ഓക്കെ, അപ്പോൾ സേ ഒരു 5 minutes, 5 അല്ല, ഒരു 7 minutes ബ്രേക്ക് എടുക്കാം. ഓക്കെ, minutes break. We'll start by 8:37.
Am I audible? Is the audio and the video okay? All right. So let's start. Okay. So with that we have completed nuclear energy. ഇനി ബാക്കി നോൺ ന്യൂക്ലിയർ ഫോംസ് ഓഫ് എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത് സോളാർ, ബയോ എനർജി, ദെൻ കോൾ. ഓക്കെ, കോളിൻ്റെ പുതിയ ടെക്നോളജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷൻ കഴിഞ്ഞ വർഷം ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ വരുന്നത്. പിന്നെ ഹൈഡ്രജൻ എനർജി. ഓക്കെ, കറൻ്റ്ലി കഴിഞ്ഞ ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എവ്രി ഇയർ there has been a question from hydrogen energy. Okay, 23, 24, 25. I'll show the questions later. ഇവിടുന്ന് എല്ലാ വർഷവും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് കൈൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വിൽ ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ. ബാക്കി സോളാർ, കോൾ ആൻഡ് ഓൾ ഇസ് മച്ച് മോർ സെൽഫ് എക്സ്പ്ലനേറ്ററി, സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ആൻഡ് ഓൾ. പക്ഷേ ഹൈഡ്രജൻ എനർജി നമുക്ക് ആദ്യം ജസ്റ്റ് നോക്കാം. ഓക്കെ, നോ ഹൈഡ്രജൻ എനർജി ഇപ്പോൾ ഒരു കൂടുതലും യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ it is basically first having zero carbon content. അപ്പോൾ കാർബൺ എമിഷൻസിൻ്റെ പ്രശ്നം വരുന്നില്ല ബാക്കി സോഴ്സ് പോലെ. ഇപ്പോൾ ഞാൻ പെട്രോൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ സം തെർമൽ പവർ യൂസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ഇറ്റ്സ് എ നോൺ പൊല്യൂട്ടിങ് സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, സോ എസ്പെഷ്യലി വെൻ യു ലുക്ക് ഇൻ ഹൈഡ്രജൻ എനർജി, എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ എനർജിയിലേക്ക് പോകാൻ കാരണം? എസ്പെഷ്യലി നമുക്ക് സാധാ ഡീസൽ വെഹിക്കിൾസോ പെട്രോൾ വെഹിക്കിൾസ് യൂസ് ചെയ്യണം, അതിന് പകരം ഹൈഡ്രജൻ എനർജി വരാൻ കാരണം ഇത് നോൺ പൊല്യൂട്ടിങ് ആണ്, കാർബൺ സോഴ്സ്, കാർബൺ എമിഷൻസ് ഇല്ല. ഓക്കെ, അത് കാരണം തന്നെ ഇത് പല രീതിയിൽ യൂസ് ചെയ്യാം. വേറെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദിസ് ക്യാൻ ഏതർ ബി യൂസ്ഡ് ആസ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇത് ഹൈബ്രിഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എനി ഫോസിൽ ഫ്യൂൽ പ്ലസ് ഹൈഡ്രജൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അലോങ് വിത്ത് എൻജിൻ, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നത്തിങ്, നോ റെസ്ട്രിക്ഷൻസ്. ഇനി ഈ പറയുന്ന ഹൈഡ്രജൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദർ ആർ സർട്ടൻ പ്രോസസ്സസ്. ഓക്കെ, ഇപ്പോൾ പേരുകൾ ഓർത്ത് വയ്ക്കുക: സ്റ്റീം, മീഥേൻ, റീഫോമിംഗ്, partial oxidation and coal gasification. Okay, these are some of the processes that are used for making hydrogen. Then another very important idea here is basically what kind of how are we going to get this hydrogen? Okay, അപ്പോൾ ഹൈഡ്രജൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് എനർജി. ഓക്കെ, അതായത് ബേസിക്കലി ഇതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനർജി എന്തെങ്കിലും ആവശ്യം വരും. അപ്പോൾ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ബേസ് ചെയ്തിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്, ദർ ആർ ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടേക്ക് ദിസ്. ഓക്കെ, ബ്രൗൺ, അപ്പോൾ ചില ബ്ലാക്കും പറയാറുണ്ട്. ബോത്ത് ഓഫ് ദം ആർ യൂസിങ് കോൾ. ഓക്കെ, ബോത്ത് ഓഫ് ദം ആർ യൂസിങ് കോൾ. അപ്പോൾ കോൾ യൂസ് ചെയ്യണത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോസിൽ ഫ്യൂവലാണ് അല്ലേ. സോ ഹിയർ ദർ ഇസ് ഗോയിങ് ടു ബി കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഉണ്ടാവും. ഓക്കെ, നോൺ റിന്യൂവബിൾ ആണ് അല്ലേ, നോൺ റിന്യൂവബിൾ ആണ്. ഇനി ഇത് ബ്ലാക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കോൾ, ലോ ക്വാളിറ്റി കോൾ ഇസ് കോൾഡ് ആസ് ബ്രൗൺ. ദാറ്റ്സ് ഇറ്റ്, ബോത്ത് ഓഫ് ദം ആർ കോൾ. പിന്നെ വേറെ കളറാണ് ഗ്രേ. ഓക്കെ, ഹിയർ വി ആർ യൂസിങ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, സോ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കാർബൺ ഡയോക്സൈഡ് എമിഷൻസും നോൺ റിന്യൂവബിൾ നേച്ചർ ആയിരിക്കും അല്ലയോ? Okay, you can just say yes or no. Yes, anybody? Exactly, because natural gas again is a fossil fuel. It is also going to emit carbon dioxide and is also going to be non-renewable. Okay, അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും the issue is that it is going to be creating carbon dioxide emissions, non-renewable source ആണ്, വലിയ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് നമ്മൾ തിരിച്ചുകൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, the emitted carbon we are going to sink it, we are going to sequester it. For that we are going to use what? CCUS. Okay, you might have heard about this. Carbon capture, use and storage.
കാർബൺ ക്യാപ്ചർ, യൂസ് ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, അതിനെയാണ് ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഹിയർ കാർബൺ എമിഷൻസ് ഉള്ള എമിഷൻസൊക്കെ എന്ത് ചെയ്യും? വി ആർ ഗോയിങ് ടു സിങ്ക് ഇറ്റ്. ഓക്കെ, വി ആർ ഗോയിങ് ടു സിങ്ക്. എന്ത് എമിറ്റ് ചെയ്ത കാർബൺ എല്ലാം നമ്മൾ വലിച്ച് താഴെ. ഓക്കെ, അതാണ് ബ്ലൂ ഹൈഡ്രജൻ. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് റിന്യൂവബിൾ ആയിരിക്കുമോ നോൺ റിന്യൂവബിൾ ആയിരിക്കുമോ? Is it going to be renewable or non-renewable? Non-renewable. Okay, so this is also going to be non-renewable in nature. Okay, so ഇവിടെ ഒരു പ്രശ്നം സോൾവ് ആയി, എമിഷൻ്റെ പ്രശ്നം സോൾവ് ആയി, പക്ഷേ റിന്യൂവബിലിറ്റിയുടെ പ്രശ്നം സോൾവ് ആയിട്ടില്ല. ഓക്കെ, സോ ഫോർ ദാറ്റ് വി യൂസ് സംതിങ് എൽസ് കോൾഡ് ആസ് വാട്ട്? ഗ്രീൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു യൂസ് റിന്യൂവബിൾ എനർജി. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ എനർജി ആയതുകൊണ്ട് റിന്യൂവബിലിറ്റി ഇവിടെ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം സ്വാഭാവികമായിട്ട് ഇപ്പോൾ സോളാർ സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോട്ട് ഗോയിങ് ടു എമിറ്റ് കാർബൺ, അല്ലേ? Then there is something also called as pink. Pinkന്റെ പ്രത്യേകത it is using nuclear energy. Okay, this is also renewable. Okay. Now, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു 5 ടൈപ്പ് ഉണ്ടല്ലേ, ഗ്രേ, ബ്ലാക്ക്, വാട്ട് എവർ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ 5 ഏറ്റവും സ്പെഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് വൺ. പച്ച, മഞ്ഞ, ചോപ്പ, ഏതാ? Yeah, it is going to be good. The best one is anyway going to be what? Green. Okay, കാരണം അതാണ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് കാരണം തന്നെയാണ് we have brought something called as the National Green Hydrogen Mission. National ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടെല്ലാം കൊണ്ടുവന്നൊരു ഇമ്പോർട്ടൻറ്റ് മിഷനാണ്. ഒരു 3-4 years ആയിപ്പോൾ. ദിസ് ഇസ് സ്റ്റിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിഷൻസ് ഇൻ ഹൈ എൻഡ് ടെക്നോളജീസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ. ഇത് കൂടാതെ വേറെ കുറേ കളേഴ്സ് ഉണ്ട്. യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, ലോകത്തിലെ എല്ലാ കളേഴ്സും ഉണ്ട്. പുതിയ കളേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി കളർ. ഓക്കെ, ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ മനസ്സിലാക്കി വയ്ക്കാം. ഒരു ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് 5 മാത്രം പഠിച്ചാൽ തന്നെ ഒത്തിരി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഓൾ ദി അതർ ഓപ്ഷൻസ് വിൽ ബി ഏബിൾ ടു എലിമിനേറ്റ്. ഇതേപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഐഡിയ ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഹൈഡ്രജൻ ഫ്യൂവൽസ്. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് എന്താണ് ഫ്യൂവൽസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ബാറ്ററി. Okay, battery is basically we are trying to produce electricity from some chemical reaction, from some electrochemical reaction. ഒരു കാത്തോഡ് ഉണ്ടാവും, ഒരു ആനോഡ് ഉണ്ടാവും. അതൊന്ന് നമ്മൾ ബേസിക്കലി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ വി ആർ യൂസിങ് ഹൈഡ്രജൻ. അതാണ് പ്രത്യേകത. ബാറ്ററി പലതും ഉണ്ട് അല്ലേ. ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററി ഓർ ലെഡ് ആസിഡ് ബാറ്ററി പണ്ട് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് സ്മാർട്ട് ഫോൺസിലും എല്ലാത്തിലും. അതുപോലെ ഇന്ന് പുതിയ പല ബാറ്ററീസ് ഉണ്ട്, ലൈക്ക് വനേഡിയം, കുറേ പലതും ഉണ്ട്. നൗ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ദി ബൈ പ്രൊഡക്ട്സ് ആർ നോൺ ടോക്സിക്. ഓക്കെ, ഒട്ടുമിക്ക ബാറ്ററീസിന് വലിയ പ്രശ്നം ദേ പ്രൊഡ്യൂസ് ടോക്സിക് ബൈ പ്രൊഡക്ട്സ്. ബട്ട് ഇൻ ഹൈഡ്രജൻസ് കേസ് ദേ ആർ നോട്ട് ടോക്സിക് ബിക്കോസ് വി ആർ ഗെറ്റിംഗ് വാട്ടർ. വാട്ടർ ആൻഡ് ഹീറ്റ് ആർ ദി ഓൺലി ബൈ പ്രൊഡക്ട്സ് ഫ്രം ദിസ് ഹൈഡ്രജൻ ഫ്യൂവൽസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കാരണം തന്നെ ഈ ബൈ പ്രൊഡക്ട്സ് ഇല്ലാണ്ട് ഹൈ എനർജി ഡെൻസിറ്റി കിട്ടുന്നത് കാരണം തന്നെ ഇറ്റ് ഇസ് ഓൾസോ ബീങ് യൂസ്ഡ് ഇൻ സ്പേസ് ഷിപ്സ്. ഓക്കെ, സ്പേസ് ഷിപ്സിനും പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ആൻഡ് വെനെവർ വി ടോക്ക് അബൌട്ട് ബാറ്ററി ഇറ്റ് ഇസ് ബേസിക്കലി ഇൻ ദ ഫോം ഓഫ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, AC DC. I hope this is something you have already studied in the schools അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഫ്യൂൽ സെൽസിലാണ് വി ആർ സീയിങ് വാട്ട് ഡയറക്റ്റ് കറണ്ട്. ഇനി ഈ ബാറ്ററിനെ കുറച്ച് ഈ വർഷം 2025 ചോദ്യം വന്നിട്ടുണ്ട്.
ആനോഡും കാത്തോഡും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്ററീസ്, അതിൻ്റെ യൂസ് എന്താണ്, അതിന് ആനോഡും കാത്തോഡായിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ടെക്നിക്കൽ തിങ്, ബട്ട് യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ഓക്കെ, ഓൾറെഡി 25 ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇസ് സംതിങ് വി ഫൈൻഡ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്. Okay, so basic idea you have to understand is that there are 4 different types. Okay, one battery electric vehicle. Okay, as the name suggests, എന്താണ് ഇത് basically battery powered ആയിട്ടുള്ള electric vehicle ആണ്. Then there is 2 types of hybrid electric vehicles. Hybrid electric vehicles എന്ന് പറയുന്നത് ഒരു ഇതിൽ റൺ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ റൺ ചെയ്യുന്നുണ്ടാവും, അല്ലാണ്ടുള്ള ഫോസൽ ഫ്യൂൽ റൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഫ്യൂൽ ടാങ്കും ഉണ്ടാവും, ബാറ്ററി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ 2 ഉണ്ട്. ഒരെണ്ണം ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ദി അതർ വൺ ഈസ് കോൾഡ് ആസ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സി ദിസ് ഇസ് ബേസിക്കലി ഡൺ യൂസിങ് പ്ലഗ് ഇൻ ചാർജസ്. ഒരു എക്സ്റ്റേണൽ സോക്കറ്റ് ഉണ്ടാവും, അങ്ങനെയാണ് ചാർജിങ് നടക്കുന്നത്. ബട്ട് ഹിയർ വി ആർ നോട്ട് യൂസിങ് സച്ച് കൈൻഡ് ഓഫ് പ്ലഗ്സ്. ഓക്കെ, ഇവിടെ ചാർജിങ് നടക്കുന്നത് വിത്തിൻ ദി സിസ്റ്റം ഇറ്റ് സെൽഫ്. ഓക്കെ, നമ്മൾ സേ വെൻ വി ആർ അപ്ലൈയിങ് ദ ബ്രേക്സ് ആൻഡ് എവറിത്തിങ്, ദി ചാർജസ് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ്, അങ്ങനെയാണ് ബേസിക്കലി ചാർജ് വരുന്നത്. ദെൻ യു ഹാവ് ദ ഫ്യൂൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ വിച്ച് ഇസ് ഓൾസോ ഹാവിങ് ദിസ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so this is I'll show you the question that has been coming from the last few years from here. Okay, 2024 the question is that which one of the following is the exhaust pipe emission from the fuel cell electric vehicles powered by hydrogen. Okay, hydrogen fuel cell electric vehicle nu varuna exhaust pipe la endala hydrogen peroxide, hydronium, oxygen and water vapor. What is the answer? നമ്മളെന്താ പറഞ്ഞത്? ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഇലക്ട്രിക് വെഹിക്കിളിൽ നിന്ന് വരുന്ന ബൈ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? വാട്ടർ ആൻഡ് ഹീറ്റ് അല്ലേ? വാട്ടർ ആൻഡ് ഹീറ്റ്. അതിനെ എക്സോസ്റ്റ് പൈപ്പ് നത്തിങ് ബട്ട് വാട്ട് ബൈ പ്രൊഡക്ട്സ്. സോ ദി ആൻസർ ഇസ് വാട്ടർ വേപ്പർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 2023 ഓക്കെ, സെയിം ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ എനർജിയെ കുറിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അന്ന് ചോദ്യം വന്നിരിക്കുന്നത് വിത്ത് റെഫറൻസ് ടു ഗ്രീൻ ഹൈഡ്രജൻ. ഓക്കെ, അഗെയിൻ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ കോൺടെക്സ്റ്റിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. So what is the options? It can be used directly as a fuel for internal combustion. Direct ആയിട്ട് നമുക്ക് യൂസ് ചെയ്തൂടെ? Okay, what do you think? True or false? യെസ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്യൂവലായിട്ട്. ഇനി രണ്ടാമത്തെ എന്താ? ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് നാച്ചുറൽ ഗ്യാസ് ആൻഡ് യൂസ് ആസ് എ ഫ്യൂവൽ ഫോർ ഹീറ്റ് ഓർ പവർ ജനറേഷൻ. ചെയ്തൂടെ? ഇപ്പോൾ ഡൽഹിയിലെല്ലാം യു മൈറ്റ് ഹാവ് സീൻ സംതിങ് കോൾഡ് ആസ് ഹൈഡ്രജൻ എൻറിച്ച്ഡ് CNG ബസ്സസ്. ഓക്കെ, ഒന്നുമില്ല, ഈ CNG നമ്മൾ ഹൈഡ്രജൻ എൻറിച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഡൺ. യെസ്, ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ്. ഓക്കെ, then it can be used in hydrogen fuel cell to run vehicles. നമ്മൾ ഇത്രയും നേരം അതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, ഇറ്റ് ക്യാൻ ബി ഡൺ, ഓൾ 3. ഓക്കെ, ഇതെല്ലാം പോസിബിൾ ആണ്. സി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഒന്നാമത് ഇവിടെ എല്ലാം ക്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യു ഷുഡ് ഹാവ് എ വെരി സ്ട്രോങ് അതർ സ്റ്റേറ്റ്മെൻറ്റ്, ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് എക്സെപ്ഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റോങ് ആക്കാൻ പാടുള്ളൂ. അതർവൈസ് എവറിത്തിങ് ഇസ് കറക്റ്റ്. ഓക്കെ, ദെൻ 2025 ഒരു ക്വസ്റ്റ്യൻ അഗെയിൻ ഫ്രം ദ സെയിം തിങ്. ഓക്കെ, ഹൗ മെനി ഓഫ് ദി അബവ് ആർ കൺസിഡർ ആസ് ഓൾട്ടർനേറ്റീവ് പവർ ട്രെയിൻ വെഹിക്കിൾസ്? ഓക്കെ, ഇവിടെ എന്താ പവർ ട്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റെലവൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഫോക്കസ് ഹിയർ. ഓക്കെ, ഇവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾട്ടർനേറ്റീവ് മീൻസ് ബേസിക്കലി സംതിങ് ദാറ്റ് ഇസ് സീൻ ആസ് എൻ ഓൾട്ടർനേറ്റീവ് അല്ലേ? അതായത് എന്തിനോ വേണ്ടി ഞാൻ ഒരു പുതിയ ആളെ കൊണ്ടുവന്നു. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് പുതിയതായിട്ട് എന്തിനോ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് മാറണമെന്ന് മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ്, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെഹിക്കിൾസ്, ഫ്യൂൽ സെൽ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ്, all of them are basically talking about EVs, which are nothing but an alternative to the petroleum or the fossil fuel run vehicles. So what is going to be the answer?
it is going to be C. Again, a simple question. Okay, but again, as you see, hydrogen fuel cell, then electric vehicles, batteries, വേറെ ചോദ്യം കൂടി 2025 ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ സബ്ജക്റ്റ്, ഈ ഒരു ഒറ്റ ടോപ്പിക് മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഇസ് ഹൈ ചാൻസ് ഇറ്റ് കുഡ് റിപ്പീറ്റ് അഗൈൻ. ഓക്കെ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററീസ്, ഹൈഡ്രജൻ എനർജി, ഓൾ ദിസ് നന്നായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, സെയിം തിങ്. Now, ഇത് കൂടാതെ few other things I have listed here, okay, which could be a possible area of question making. I'm not going to discuss any of these because ഇത് കൂടുതലും കറണ്ട് അഫയേഴ്സിൽ വരുന്നതും അതേപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പോൾ കോൾ, ഓക്കെ, ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൾ പുതിയ വരുന്ന ടെക്നോളജീസ് എന്താണ്, ന്യൂ ടെക്നോളജീസ് ഇൻ കോൾ. ഓക്കെ, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. കോൾ ഗ്യാസിഫിക്കേഷൻ വാസ് ആസ്ക്ഡ് in 2025. എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് യൂസ് ചെയ്യുന്നത്? ഒന്നുമില്ല, കോൾ ഗ്യാസാക്കി മാറ്റുന്നു. ഓക്കെ, പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. എസ്പെഷ്യലി ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ മേക്കിംഗ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബേസ്ഡ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് എഥനോൾ, അങ്ങനെ പല സാധനം ഉണ്ടാക്കാൻ പറ്റും. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ ദിസ് ഇയർ. ഓക്കെ, സി ഇപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ ഇസ്രായേൽ US ഇഷ്യൂ കാരണം തന്നെ there has been a lot of issue with respect to energy security and ഈ ഹോർമസ് സ്ട്രൈറ്റിൻ്റെ പല പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ആംഗിൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് ഈ ഹോർമസിൻ്റെ അടുത്തുള്ള ഐലൻഡും സ്ട്രൈറ്റും അതും പ്ലേസസ് ഇൻ യൂസ് ഇസ് വൺ തിങ് ദാറ്റ് ഇസ് ഓൾറെഡി ദർ. അതുകൂടാതെ questions could also be asked about the issues of LPG. ഓക്കെ, അപ്പോൾ LPG നെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനൊക്കെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, എന്താണ് LPG, വാട്ട് ഇസ് മേജർ കമ്പോസിഷൻ, വിച്ച് കെമിക്കൽ കമ്പോണൻറ്റ് ഇസ് യൂസ്ഡ് ഇൻ LPG, വാട്ട് ഇസ് ബീങ് യൂസ്ഡ് ഇൻ LNG. ഓക്കെ, മീഥേൻ ആണോ, പ്രൊപ്പേൻ ആണോ, ബ്യൂട്ടേൻ ആണോ, ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ LNG ഒക്കെ കുറച്ചും കൂടി കൂളായിട്ടുള്ള സാധനങ്ങൾ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്ന് റെഫർ ചെയ്യാം. പിന്നെ സോളാർ എനർജി എല്ലാ വർഷം ഉള്ള പോലെ തന്നെ ഇടയ്ക്ക് ചോദ്യം വരാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ 2 വർഷം സോളാർ എനർജി ചോദ്യം വന്നിട്ടുണ്ട്. 2025 ചോദ്യം വന്നിട്ടുണ്ട്, 2023 or 2022 ചോദ്യം വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഓൾസോ ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അനദർ ഏരിയ വിച്ച് ഇസ് അഗെയിൻ കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇസ് ബയോ എനർജി ആൻഡ് എഥനോൾ ബ്ലെൻഡിങ്. Ethanol blending, especially because last year there has been a few controversies with respect to 20% blending, അല്ലെ E20. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ചും ഇടയ്ക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അതിന് ടെക്നിക്കൽ സാധനങ്ങൾ ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഒരു ലിസ്റ്റ് ഞാൻ തന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് റെഫർ ടു ഇറ്റ്. ഇറ്റ്സ് ആൻഡ് ഓൾസോ ബി covered in the current affairs also. Okay, so this is something that you will have to look into. So with that, we have completed the energy portion of science and technology. Okay, so let's move to the next one. Okay, energy ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് സ്പേസ് ടെക്നോളജി. ഓക്കെ, സ്പേസ് ടെക്നോളജി അഗൈൻ ഇപ്പോൾ ഏതാണ്ട് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓൺ ആൻ ആവറേജ് 1 question is coming from this topic every year. Okay, അപ്പോൾ 2025 there has been a question about microgravity. അപ്പോൾ അത് ഈ ഗഗനിയാനെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. എല്ലാ വർഷവും എന്തെങ്കിലും ചോദ്യം വരാറുണ്ട്. ചില വർഷങ്ങളിൽ അതിൻ്റെ ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്പേസിൽ ചില ഒബ്ജക്ട്സിനെ കുറിച്ചായിരിക്കും. ദാറ്റ് ഇസ് നോട്ട് സംതിങ്, ദാറ്റ് ഇസ് സംതിങ് യു ഹാവ് ടു കവർ ഓൺ യുവർ ഓൺ. ബട്ട് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് മിഷൻസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, 2025 ഐ ഫീൽ ദർ ആർ 2 questions. ഓക്കെ, അതിന് മുന്നേ ഒരു ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷേ 2025 2 question ചോദ്യം വന്നിട്ടുണ്ട്. ബട്ട് മിനിമം 1 question is something you can expect from this area. Okay, so let's start. സ്പേസ് ടെക്നോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പേസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പല ഡിഫറെൻറ്റ് മെക്കാനിസംസ്, പല ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. ആൻഡ് അതിൽ മെയിനായിട്ട് വരുന്നതാണ് സാറ്റലൈറ്റ്സ്. ബാക്കി ലോഞ്ച് വെഹിക്കിൾസ് അങ്ങനെ പലതുമുണ്ട്. സാറ്റലൈറ്റ്സ് ആണ് ഒരു ഓഫ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ, ഇൻഫാക്ട് ഇൻ ദിസ് ഇയർ ഗഗനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഗഗൻ ഇസ് ബേസിക് GPS പ്ലസ് സംതിങ്. അപ്പോൾ അതൊരു ചോദ്യം വന്നിട്ടുണ്ട്. സാറ്റലൈറ്റ്സിനെ കുറിച്ച് 2023 ചോദ്യം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്. സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. Okay, now first of all let's try to understand what exactly is a satellite. Okay, now a satellite എന്ന് പറയുന്നത് basically suppose if this is the earth, okay, something that is revolving around the earth. Okay, something that is revolving around that. Okay, something that is always revolving around the earth. അങ്ങനെ ഈ റിവോൾവ് ചെയ്തിട്ട് നമുക്ക് പല യൂസിന് യൂസ് ചെയ്യാം.
Okay, now based on this uses, there's a classification of satellites. Okay, the classification is based on the use cases or the applications. Now, there are 3 different classifications. One is called as the Earth Observatory Satellites. Earth Observatory Satellites. Okay, so as the name goes, these satellites are used to observe the Earth. Okay, they are put in space. They'll be basically looking into the Earth, taking images and all of that. അപ്പോൾ എർത്തിന് ചുറ്റും പോയിട്ട് ഇതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. It is going to revolve, keeping on revolving, and maybe it is going to take the image of this place, or look into whether there is forest cover here. അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിനെ ഒബ്സർവ് ചെയ്യുന്ന സാറ്റലൈറ്റ്, അതിന് വേണ്ടി ഇത് പല പ്രാവശ്യം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. Then another type is called as telecommunication satellites. Telecommunication satellites. So this telecommunication satellites, okay, so as the name goes, it's used for communication. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ലാർജ്ലി? ഇത് ബേസിക്കലി നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസസ്, അതേപോലെ തന്നെ DTH സർവീസസ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും DTH അല്ലെ, ടാറ്റ സ്കൈ, സൺ ഡയറക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഡിഷ് കണ്ടിട്ടുണ്ടാവും. അത് ബേസിക്കലി വർക്ക് ചെയ്യുന്ന ഈ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ DTH, ബ്രോഡ്ബാൻഡ് സർവീസസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് ഇത് വേണ്ടി ഇതിന് യൂസ് ചെയ്യുന്നത്, ടെലികമ്മ്യൂണിക്കേഷൻ. ദെൻ ദി തേർഡ് ടൈപ്പ് ഇസ് navigation satellites. Navigation satellites basically means that it is being used for mapping purposes. Okay, ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം, ഏത് റൂട്ട് എടുക്കണം, എത്ര ദൂരം എടുക്കും അല്ലേ, ഇതൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്സ് ആൻഡ് എവരിത്തിങ്. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇറ്റ് ഇസ് ഫ്രം ദി സാറ്റലൈറ്റ്സ് അല്ലേ. ഈ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് നാവിഗേഷൻ സാറ്റലൈറ്റ് ഉണ്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്താ അത്? Which is that? Yes, good. എന്താണ്? GPS അല്ലേ. So that is an example of something that we all know അല്ലെ, GPS എന്ന് പറയുന്ന സാറ്റലൈറ്റ്. അപ്പോൾ ഇത് 3 ഓർത്ത് വയ്ക്കിയ പേരുകൾ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, the first one we are going to discuss is the okay, so this is what we had been talking about. Satellite is a body that orbits around another body in the space. Okay, ഇത് എപ്പോഴും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പാത്താണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഓർബിറ്റ്സ്, ആൻഡ് ദാറ്റ് പാത്ത് ഇസ് കോൾഡ് ആസ് എൻ ഓർബിറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഓർബിറ്റ്സ് ഏത് ഇറ്റ് കുഡ് ബി സർക്കുലർ ഓർ എലിപ്റ്റിക്, ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക. സോ എപ്പോഴും ഈ പറയുന്ന പോലെ ഇറ്റ് ഷുഡ് നോട്ട് ഓൾവേസ് ബി എ സർക്കുലർ വൺ. Okay, it could also be an elliptical one. ഇങ്ങനെ ആവാം. Okay, somewhere it is kind of an oval type, ellipse എന്ന് പറയുന്ന ഷേപ്പ്. Okay, so that could also be the shape of an orbit. അപ്പോൾ അതെപ്പോഴും ഓർത്ത് വയ്ക്കുക, that it could be of multiple kinds. ഇനി സാറ്റലൈറ്റ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്ന സാറ്റലൈറ്റ്സിനെയാണ് അല്ലേ. അതുകൂടാതെ എർത്ത് ഓൾസോ ഹാസ് സംതിങ് ദാറ്റ് ഇസ് ഓൾവേസ് ഓർബിറ്റിംഗ് അർത്ത്. ഓക്കെ, നാച്ചുറലി അക്കറിങ് ആയിട്ടുള്ള ഒരാളുണ്ട്. എന്താണ് നാച്ചുറലായിട്ട് അക്കർ ചെയ്യുന്ന എർത്തിൻ്റെ ഒരു സാറ്റലൈറ്റ്? ഏതാ? വാട്ട് ഡു വി കോൾ ഇറ്റ്? Yes, exactly, it is called as nothing but what? Moon. Okay, so moon is an example of a satellite. Okay, we have already looked into the classification of satellites. Okay, നമ്മൾ മൂന്നായിട്ട് നോക്കി, എർത്ത് ഒബ്സർവേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ്. So first one we are going to look into is the EOS satellites. EOS satellites or the earth observation satellites. Okay, the old name of these satellites is remote sensing satellites. Okay, remote sensing satellites. So remote sensing എന്ന് പേരെവിടെയും കണ്ടാൽ ഓർത്ത് വെക്കിയിട്ട് nothing but the EOS satellites. പണ്ട് ഇസ്രോൻ്റെ സാറ്റലൈറ്റ്സ് were called as the Indian remote sensing satellites. Today they call it as EOS itself, but in some of the older question papers you might also find this particular word. Okay, same thing. നേരത്തെ പറഞ്ഞ പോലെ EOS സാറ്റലൈറ്റ്സ്, ഓക്കെ, സോ ഇത് എർത്ത് ആണെങ്കിൽ ഇറ്റ് കീപ്സ് ഓൺ റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതിങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് എർത്തിലെ പല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടുത്തെ ഇമേജസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ നമുക്കിത് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും? ഓക്കെ,
it can be used for weather forecasting. അതായത് എങ്ങനെയാണ് ക്ലൗഡ്സിൻ്റെ മൂവ്മെൻറ്റ്, ഓക്കെ, എങ്ങനെയാണ് വിൻഡ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ന്യൂസ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ടി വിയിലെല്ലാം കാണാൻ പറ്റും ഇന്ത്യയുടെ മാപ്പും അതിന് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈമിൽ വിൻഡുകൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഇൻഫർമേഷൻ വി ആർ ഗെറ്റിംഗ് ഫ്രം സച്ച് കൈൻഡ് ഓഫ് US സാറ്റലൈറ്റ്സ്. എസ്റ്റിമേറ്റിംഗ് ക്രോപ്പ് ഏരിയ, ഓക്കെ, കാരണം ബൈ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ്. Okay, so whatever we can do from above is all being done using these satellites. Okay, estimate the forest area. Okay, urban planning, border management. This is interesting, right? Border management, നമ്മൾ ബോർഡറിൽ എന്തെങ്കിലും ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ടോ? Are there any developments that is coming up at the border? All this can be done using US satellites. Please don't spam the chat using random words like moon, IR and so forth. അതൊന്നും ഇവിടെ റെലവൻ്റ് അല്ല. അതെല്ലാം വരുന്ന ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, പ്ലീസ് ഡോണ്ട് മിസ്ഗൈഡ് ദി അതർ പീപ്പിൾ. ഓക്കെ, ശരി. അപ്പോൾ ഈ ബോർഡർ മാനേജ്മെൻറ്റ്, അർബൻ പ്ലാനിങ്, ഫോറസ്റ്റ് ഏരിയ, അതിന് മേലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റൽ സെക്യൂരിറ്റി, പൊല്യൂഷൻ വാച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻസ് ക്യാൻ കം ഫ്രം ഹിയർ. അപ്ലിക്കേഷൻസ് ഓഫ് US സാറ്റലൈറ്റ്സ്. ഓക്കെ, ഇത് ചുമ്മാ കാണപ്പാടം പഠിക്കല്ല വേണ്ട. ജസ്റ്റ് തിങ്ക് ദറ്റ്, ഓക്കെ, വാട്ട് ക്യാൻ ഐ ആക്ച്വലി വിഷ്വലൈസ് ഫ്രം അബവ്. ഓക്കെ, ഓൾ ദറ്റ് ഇസ് പോസിബിൾ ഹിയർ. And for doing this, they use electromagnetic waves. Okay, electromagnetic waves വെച്ചിട്ടാണ് ചെയ്യുന്നത്. Usually they use microwaves or the visible light itself. Okay, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. Now, one very very important thing that we have to understand from here is that, okay, see, just listen to it. Suppose we have the earth. Okay, suppose this is the earth. Now I am going to have a satellite which is, say, having such an orbit. Okay, then another satellite I am keeping over here. Okay, say this is B and this is A. Okay, രണ്ടും ഞാൻ ഒരു US സാറ്റലൈറ്റ് ആണ് വെക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, നൗ എർത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എർത്തിൽ ഈ ഒരു ഏരിയ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് A ആയിരിക്കോ ബെറ്റർ, B ആയിരിക്കോ ബെറ്റർ? വിച്ച് ഇസ് ഗോയിങ് ടു ബി ബെറ്റർ? Yes, it is going to be A, because നമ്മൾ if you are talking about the A satellite, അത് ഇവിടുന്ന് കുറച്ചും കൂടി നല്ല ഇമേജസ് കിട്ടും, കുറച്ചും കൂടി അടുത്താണ് അല്ലേ കമ്പയർഡ് ടു ബി. ഓക്കെ, കുറച്ച് ദൂരം കറങ്ങിയാൽ മതി അല്ലേ, ഇവിടെ കുറച്ച് ദൂരം കറങ്ങിയാൽ പോരെ. ഇവിടെ ആണെങ്കിൽ യു ഹാവ് ടു ഗോ ലോട്ട്, ഒരുപാട് ദൂരം കറങ്ങണം അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റും, നല്ല ഇമേജസ് കിട്ടും. അപ്പോൾ US സാറ്റലൈറ്റ്സ് കൂടുതലും നമ്മൾ ചെറിയ ചെറിയ ഹൈറ്റിലാണ് വയ്ക്കുന്നത്. ഓക്കെ, മച്ച് മോർ ക്ലോസർ ടു ദി എർത്ത്. These kind of orbits are called as low earth orbit, which is close to the earth. Okay, so US satellites are usually kept in LEO. ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ കണക്ഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, US satellites are always kept in LEO orbit, whose altitude is basically between 160 to 2000 kilometers. Okay, അപ്പോൾ again ഈ numbers important ആണ്. This is again important. Okay, 2000 ആണ് maximum limit. And US is kept in the LEO orbits. All right, so I hope that is important. I mean that is clear. Okay, now another idea that is often talked about is the communication satellites, telecommunication satellites. Okay, now communication satellites നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ communication activities like telecommunication, entertainment, DTH services, 5G, all these kind of things. Okay, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് ഇൻസാറ്റ്, GSAT and all. These are all examples of telecommunication satellites. Okay, now നമ്മൾ ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ഓൾവേസ് ബി അവൈലബിൾ ഫോർ മീ. അത് ഞാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 9 o'clock ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എർത്തിൻ്റെ അതേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യണം. Okay, so let us again try to understand from that similar diagram.
Okay, now suppose I am going to keep a satellite in a LEO orbit. Okay, ഒരു LEO orbit ഞാൻ വയ്ക്കുകയാണ്. Okay, somewhere close to the earth, 2000 കിലോമീറ്റേഴ്സിന് താഴെയുള്ള. അപ്പോൾ അത് ഇവിടെ പല പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കും. Okay, and this is only going to take around 2 to 3 hours to orbit the earth. Okay, എർത്തിനെ ഓർബിറ്റ് ചെയ്യാൻ 2 to 3 hours മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എപ്പോഴും എർത്തിൻ്റെ അതേപോലെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് എർത്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയമാണ് എടുക്കുന്നത്? ഹൗ മച്ച് ടൈം ഡസ് ദി എർത്ത് ടേക്ക് ഫോർ റൊട്ടേഷൻ? യെസ്, യെസ്, എത്രയാണ്? 24 hours അല്ലേ? 24 hours. അപ്പോൾ 24 hours തന്നെ ആയിരിക്കണം എന്ത് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റും എടുക്കേണ്ടത്, ശരിയല്ലേ? 24 hours തന്നെ എടുത്താലല്ലേ നമുക്ക് പ്രോപ്പറായിട്ട്, അതായത് എർത്തിൻ്റെ അതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സി ഇത് 2 hours. ഓക്കെ, സോ ആസ് വി ഗോ ഫാർദർ അവേ, ഓക്കെ, സപ്പോസ് ഞാൻ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റ് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഓക്കെ, ഇത് 2 hours-നേക്കാളും ഞാൻ ദൂരെ പോകുന്നതോറും 2 hours-നേക്കാളും കൂടുതലല്ല എടുക്കുക. ഇറ്റ് ഗോയിങ് ടു ഹാവ് മച്ച് മോർ ടൈം. ഓക്കെ, കാരണം ഇത് കൂടുതൽ ഏരിയ കവർ ചെയ്യണം. അപ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് മച്ച് മോർ ടൈം. മേ ബി ഇറ്റ് ഗോയിങ് ടു ടേക്ക്, ഇവിടെ വെച്ചാൽ മേ ബി ഒരു 4 hours ആയിരിക്കാം, 10 hours ആയിരിക്കാം. അങ്ങനെ പോയി ഒരു പൊസിഷൻ എത്തുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് 24 hours. ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് 24 hours. ആ ഡിസ്റ്റൻസ് ആണ് approximately 36,000 kilometers, approximately 36,000 kilometers, and such an orbit is called as a geosynchronous orbit. A geosynchronous orbit. Okay, geosynchronous, ആ പേരിനെ ആലോചിച്ച് നോക്കുക. ജിയോ എന്ന് പറയുന്നത് എന്താണ്? What is the meaning of geo? What is the meaning of geo? Yes, earth അല്ലേ? ബേസിക്കലി ഇറ്റ് മീൻസ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ അതേ റൊട്ടേഷനായിട്ട് സിങ്ക് ചെയ്യുന്നൊരു ഓർബിറ്റ്, അതാണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്. ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഇസ് 36,000 kilometers. അപ്പോൾ ലിയോ ഇസ് അപ് ടു 2,000 kilometers, ബട്ട് ജിയോ ഇസ് വൺ സിംഗിൾ ഓർബിറ്റ് വിച്ച് ഇസ് അറൌണ്ട് 36,000 kilometers. Okay, so this is what we have been talking about, which I'll show you another diagram. Yes, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിയോ വിച്ച് ഇസ് ലെസ്സർ ദാൻ 2,000 kilometers, ആൻഡ് ജിയോ ഇസ് സംവെയർ അറൌണ്ട് 36,000 kilometers. അഗൈൻ എക്സാക്ട് വാല്യൂ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക 36,000 kilometersന് അടുത്തുള്ളൊരു വാല്യൂ. ഓക്കെ, എക്സാക്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷേ ഈ രണ്ട് ഐഡിയ ഉണ്ടാവും, 2,000 kilometers താഴെ ആൻഡ് സംവെയർ അറൌണ്ട് 36,000 kilometers. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുള്ള ഓർബിറ്റ്സ് ഇല്ലേ, 2,000 ഉം 36,000 kilometers ഇടയിലുള്ള ഓർബിറ്റ്സ്, ദേ ആർ കോൾഡ് ആസ് ദി മിഡിൽ എർത്ത് ഓർബിറ്റ്സ്. ഓക്കെ, ദി മിഡിൽ എർത്ത് ഓർബിറ്റ്സ്. ഓക്കെ, ആൻഡ് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ലിയോയിൽ EOS സാറ്റലൈറ്റ്സ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്, ജിയോയിൽ കൂടുതലും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ബോത്ത് ഓഫ് ദീസ് ആർ ജനറൽ കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ ജനറൽ ആയിട്ട് മാത്രമേ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. there are exceptions. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടോ? ഓക്കെ, സ്റ്റാർലിങ്ക് എലോൺ മസ്കിൻ്റെ, അത് കമ്മ്യൂണിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ്, ബട്ട് ദേ ആർ കെപ്റ്റ് ഇൻ ലിയോ. അതേപോലെ ചില US സാറ്റലൈറ്റ്സ് ദൂരെ വയ്ക്കാറുണ്ട്. ഓക്കെ, ബട്ട് ദിസ് ഇസ് ദി ജനറൽ കണ്ടീഷൻ. I hope you have understood the idea of the different kinds of orbits. നമ്മൾ orbits, instead of studying factually different kinds of orbits, it's better to understand in this manner. ഓക്കെ, ആ സാറ്റലൈറ്റ്സിൻ്റെ യൂസ് കേസും ഓർബിറ്റ്സും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്നത്. ഓൾറൈറ്റ്, നൗ വൺ മോർ തിങ് ടു ഡിസ്കസ് ഹിയർ. നമ്മൾ ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, വിച്ച് ഇസ് kept at a distance of 36,000 kilometers.
അപ്പോൾ 36,000 കിലോമീറ്റേഴ്സ് എങ്ങനെയൊക്കെ വെച്ചാലും ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്സ് ആണ്. അങ്ങനെ അതിൻ്റെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ദർ ഇസ് വൺ സ്പെഷ്യൽ പോസിബിലിറ്റി. One special possibility is when it is parallel to the earth. Parallel to the equator. I'm very sorry. Parallel to the equator. Parallel to the equator's plane. Okay. Equator's plane il kadakkunna oru orbit undu. Okay. That is called as a geostationary orbit. That is called as a geostationary orbit. Now, geostationary orbit എന്ന് പറയാൻ കാരണം, ഞാൻ സപ്പോസ് ഈ ഒരു ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റ് വെക്കുകയെന്ന് വിചാരിക്കാം. ഐ എം കീപ്പിംഗ് എ സാറ്റലൈറ്റ് ആൻഡ് ഇസ് റിവോൾവിംഗ് ലൈക്ക് ദിസ്. വെൻ ഐ എം ലുക്കിംഗ് അറ്റ് ദിസ് പെർട്ടിക്കുലർ സാറ്റലൈറ്റ് ഫ്രം ദി എർത്ത്, ഞാൻ എർത്തിൽ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അത് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 9 മണിക്ക് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 11 മണിക്ക് നോക്കി, അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ നാളെ രാവിലെ എണീറ്റിട്ട് നോക്കി, അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ മറ്റന്നാൾ നോക്കി, അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് no matter what happens, I feel it is always stationary. ഇവിടെ എപ്പോഴും ഓർത്ത് വയ്ക്കുക, I feel it is at the same place. Okay, actually it is rotating, but because it is at the plane of the equator, I feel it is at the same place. അതുകൊണ്ടാണ് geostationary. It is remaining stationary. It feels like it remains stationary. Okay, അതുകൊണ്ടാണ് geostationary എന്ന് പറയുന്ന ഒരു പേര് വയ്ക്കാൻ കാരണം. Okay, is this clear? Clear അല്ലേ ഇത്? All right. Okay, so now we have discussed 2 types of satellites, that is the telecommunication satellites as well as the EOS satellites, and in which orbits they are kept. Okay, now let us move to the third type of satellites, and the maximum number of questions have come from this particular topic: navigation satellites. Okay, now navigation satellites, as we said, this is used for mapping purposes. അതായത് നമ്മൾ ഗൂഗിൾ മാപ്സ് നോക്കുകയാണ്, ഞാൻ എവിടെ നിന്ന് എവിടെ വരെ പോകണം, ട്രാഫിക്, ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ സാറ്റലൈറ്റ്സും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ, 1 സാറ്റലൈറ്റ് വിച്ച് ഇസ് റിവോൾവിങ് ഇൻ ലിയോ ഓർ ജിയോ സംവെയർ. ഓക്കെ, പക്ഷേ ഈ പറയുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് ഒരാളായിട്ട് മാത്രം പോവില്ല. ഓക്കെ, അത് ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ഒരിക്കലും ഇരിക്കില്ല. അതെപ്പോഴും 3 പേരെങ്കിലും മിനിമം വേണം. ഓക്കെ, ഇറ്റ് കാൺട്ട് റിമെയിൻ സിംഗിൾ. എപ്പോഴും ഓർത്ത് വയ്ക്കുക, ദറ്റ് നാവിഗേഷൻ സാറ്റലൈറ്റ് കനോട്ട് റിമെയിൻ സിംഗിൾ. ഇറ്റ് ഓൾവേസ് റിക്വയർസ് എ മിനിമം ഓഫ് 3. അത് 2 അല്ല, മിനിമം 3 വേണം. Okay, so the navigation satellites requires a minimum of 3, and this idea is called as the principle of triangulation. Okay, the working idea of this satellite, navigation satellites, called as principle of triangulation. ഒരു ട്രയാങ്കിൾ രൂപത്തിലായിരിക്കണം ആ മിനിമം 3 satellites. So always navigation satellites are not of 1 but of 3. Okay, പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചേ പോവുള്ളൂ. ഓക്കെ, അങ്ങനെ അത് കാരണം തന്നെ ഈ നാവിഗേഷൻ സാറ്റലൈറ്റ്സിനെ നമ്മൾ വിളിക്കും എ സിസ്റ്റം ഓഫ് സാറ്റലൈറ്റ്സ്, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ്, ബിക്കോസ് ഇറ്റ് കനോട്ട് റിമെയിൻ സിംഗിൾ. ഓക്കെ, മനസ്സിലായല്ലോ? എപ്പോഴും അത് സിംഗിളായിട്ട് ചില ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല, അല്ല അതേപോലെയാണ്. ഇറ്റ് ഓൾവേസ് റിക്വയർസ് പീപ്പിൾ ടു ഗോ ത്രൂ. ഒന്ന് ചാടിക്കാൻ പോകുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അതവസ്ഥ 2-3 ആൾക്കാരെ കൂട്ടിയിട്ട് പോകാൻ പറ്റും. അതേപോലെ നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ഓൾവേസ് റിക്വയർസ് 3 people. Now again, this is a very important table. Navigation satellites inde കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ different countries have their own navigation satellite systems. Again, I am using the term systems അല്ലേ. അപ്പോൾ ഈ പറയുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. ഓക്കെ, there are few countries is having their own independent navigation satellite systems. They are basically 6 countries. One is as we all said, GPS. Okay, GPS എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഇസ് ഓഫ് ദി US. ഓക്കെ, US-ൻ്റെ സിസ്റ്റമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. US സ്വാഭാവികമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി US-നൊപ്പം എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി ഈ പറയുന്ന സ്പേസ് സെക്ടറിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരാളാണ് റഷ്യ അല്ലേ. ഓഡിയോ ഓക്കെ അല്ലേ? I hope the audio is okay.
All right. Okay. So because US is already there, അപ്പോൾ റഷ്യയും പറഞ്ഞു നമുക്കും വേണം കാരണം നമുക്ക് US-നൊപ്പം കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവരും കൊണ്ടുവന്ന ഒരു സാധനം ഗ്ലോനാസ്. ഓക്കെ, ഗ്ലോനാസ്. ഓക്കെ, ഓഫ് റഷ്യ. ദെൻ ഈ US-ഉം റഷ്യയും കുറേ കാലമായിട്ട് ലെഗസി ഫൈറ്റേഴ്സാണ്. ലെഗസി ആയിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പുതിയ ഒരു തരികിട ആൾ വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ചൈന. ഓക്കെ, റീസെൻ്റ്ലി ഈവൻ ചൈന ഹാസ് ബീൻ കോമ്പീറ്റിംഗ് ഇൻ ദ സ്പേസ് സെക്ടർ അല്ലേ. അപ്പോൾ ചൈന പറഞ്ഞു നമുക്കും ഒരു സാധനം വേണം, നമ്മുടെ സാധനമാണ് ബിഡാവോ. Okay, I don't know how to pronounce this, but whatever. Let's see, it is BIDAO. Okay, so BIDAO is the satellite system of China. Then European Union also has their own one, which is called as Galileo. Okay, so ഈ പറയുന്നതാണ് GPS, GLONASS, BIDAO and Galileo. Then apart from that, Japan also has something called as the quasi-zenith satellite system. Okay, and India, namukku സ്വന്തമായിട്ടൊരെണ്ണം, it is called as NAVIC. Okay, NAVIC or otherwise called as the IRNSS. Okay, ഇവിടെ ഈ IRNSS അല്ലെങ്കിൽ എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് it is called as Indian Regional Navigation Satellite System. ഓക്കെ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ റീജിയണൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ പക്ഷേ GPS ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. സി, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നാലെണ്ണം ദേ പ്രൊവൈഡ് ഗ്ലോബൽ കവറേജ്. സോ ദേ ആർ എ പാർട്ട് ഓഫ് GNSS, Global Navigation Satellite Systems. But these two only provide regional coverage. Okay, so though there are 6 independent navigation systems, there are 4 which provides global coverage, which are part of the GNSS, and 2 which are providing regional coverage. Okay, this is something that is important കാരണം ഇവിടുന്ന് പല പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. All those are actually easy, straightforward questions. ഇനി ചോദ്യം വരുമ്പോൾ മേ ബി ഇറ്റ് കുഡ് ബി മച്ച് മോർ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. ഓക്കെ, then now let us have a general idea about this India's navigation system. Okay, നമ്മുടെ സ്വന്തം സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിലും UPSC ചോദ്യം വരുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വന്തമായിട്ട് സിസ്റ്റംസുള്ള സമയത്ത് there is high chance of asking the questions, especially in the time when we are talking about Atmanirbhar and everything. Okay, our NAVIC or IRNSS. You see, നമ്മൾ നേരത്തെ പറഞ്ഞു that മിനിമം എത്ര സാറ്റലൈറ്റ്സ് ആണ് വേണ്ട നാവിഗേഷൻ സിസ്റ്റത്തിൽ? വാട്ട് ഇസ് ദ മിനിമം? യെസ്, മിനിമം ഇസ് 3. അപ്പോൾ നാവിക് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ എന്താണ് മിനിമം 3 വേണം, നമ്മളാണെങ്കിൽ ഒട്ടും കുറച്ചില്ല. ഓക്കെ, 3 അല്ല 4 അല്ല, വി ഹാവ് 7 satellites in NAVIC. Okay, always remember there are 7 satellites in NAVIC. Okay, ഈ 7 satellitesൽ 3 are kept in geostationary and 4 in geosynchronous. Okay, ഇത് ഓർത്ത് വയ്ക്കുക, 3 in geostationary and 4 in geosynchronous. Okay, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് about geostationary satellite orbits as well as geosynchronous orbits. Okay, so geostationary are the ones which are kept in equator. ഇവിടെ 3 എണ്ണം, ബാക്കി 4 എണ്ണം geosynchronous. Okay, now വേറെ കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടത്, ഇത് ഏത് ഏരിയ വരെ നമുക്ക് കവറേജ് തരും. Okay, so it provides coverage about 1,500 kilometers beyond its borders. Okay, so if you look at IRNSS coverage, it is somewhere ഈ ഒരു ഏരിയ. ഓക്കെ, 1,500 കിലോമീറ്റേഴ്സ് ഇൻ ദി ബോർഡറിങ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഇത് കവറേജ് തരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ദിസ് ഏരിയ. അപ്പോൾ സൗത്ത് ഏഷ്യ, ഇന്ത്യൻ ഓഷൻ, കുറച്ച് മേ ബി ആ ഒരു വെസ്റ്റ് ഏഷ്യയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഇതാണ് ബേസിക്കലി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റീജിയണൽ കവറേജ് നമ്മൾ പറയുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ്, ഇത് ഇന്ത്യയുടെ മാത്രമല്ല, ഇവിടെ അടുത്തുള്ള കുറേ രാജ്യങ്ങൾക്കും ഇത് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്തോനേഷ്യ പോലത്തെ കൺട്രീസ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ കവറേജ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് IRNSS ദാറ്റ് വി ഹാവ് ബീൻ യൂസിങ് ഈവൻ ഫോർ അവർ ഇൻ്റർനാഷണൽ ആവറേജ് ഓൾസോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഐഡിയ ഓഫ് നാവിക്. ഇനി ഈ നാവിക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ നാവിക് ബേസിക്കലി കൊണ്ടുവരാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് റീസൺ ഉണ്ടായിരുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് 1999
സമയത്ത് we had this Kargil war. Okay, so Kargil war, India, you'll get the PDF after the class in the Telegram group. In the Kargil war, okay, see basically India was with Pakistan. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ India wanted to have some kind of coordinates, some kind of locations inside Pakistan, okay, in this particular war. So ഇന്ത്യക്ക് ആ നാവിഗേഷൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇന്ത്യ യു എസിനോട് ചോദിച്ചു, കാരണം യു എസും GPS ഉണ്ട്, ഇറ്റ് ഹാസ് ലൊക്കേഷൻസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ യു എസിനോട് ചോദിച്ചു. അപ്പോൾ യു എസ് പറഞ്ഞു നമ്മൾ തരില്ല. ഓക്കെ, സി യു എസ് അല്ലെങ്കിലും എപ്പോഴും ഇന്ത്യയുടെ കൂടെ നിൽക്കാറില്ല പണ്ട് മുതലേ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പണ്ടും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ. So US had never was actually India's friend, unlike many people who are saying right now. അല്ലെ, ചില ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് my friend Donald Trump, but actually US is never India's friend actually. Okay, some people are just delusional ചിലർ. So US did not give us the coordinates. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാർഗിൽ വാർ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, നാവിഗേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാർഗിൽ വാറിന് ശേഷം when India thought about this issue, that is the time when we said that we need our own navigation system. നമുക്ക് വേറെ ആരും വിശ്വസിക്കാൻ പറ്റില്ല, ഒരാൾ നമ്മൾ സഹായിക്കാൻ വരാൻ പോകുന്നില്ല. വി നീഡ് അവർ ഓൺ നാവിഗേഷൻ സിസ്റ്റം. അങ്ങനെയാണ് IRNSS നാവിക്ക് വേണമെന്ന രീതിയിൽ കാർഗിൽ റിവ്യൂ കമ്മിറ്റി പറയുകയും പിന്നീട് 2010 ആകുമ്പോഴേക്കും ഈ ഒരു സിസ്റ്റം പതുക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണം തന്നെ എപ്പോഴും ഓർത്ത് വയ്ക്കുക, നാവിഗേഷൻ സാറ്റലൈറ്റ് എസ്പെഷ്യലി സംതിങ് ലൈക്ക് നാവിക് is always having some kind of defense navigation purposes. നമ്മൾ ഡിഫൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇന്നും ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒക്കെ നാവിഗേഷൻ കൺട്രോൾ ചെയ്യുന്നത് നാവിക് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഇസ് ഓൾവേസ് മിലിറ്ററി. ഓക്കെ, ഞാൻ പറയാൻ കാരണം ഇത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെ പോയി ചോദിക്കുകയാണ് ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് അവർ എത്താൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും, അത് നാവിഗേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ആൾക്കാർക്ക് തരുമോ? വിൽ ദ നാവിക് സിസ്റ്റം പ്രൊവൈഡ് സച്ച് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഫോർ പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ? What do you think? Absolutely no. അല്ലേ? നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആരും തരാൻ പോകുന്നില്ല. ഓക്കെ, അത് കാരണം തന്നെ you should always understand that there are two kinds of services of NAVIC. Okay, one is called as restricted service, which is only for authorized users. ഓൺലി ഫോർ ഓതറൈസ്. നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫൻസ്, സെക്യൂരിറ്റി, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. And the other ones is called as standard positioning service. Okay, that is something that is provided for all. Okay, അപ്പോൾ when we are saying that ഇന്നിപ്പോൾ നമ്മുടെ ഫോണിലെല്ലാം യൂസ് ചെയ്യുന്ന GPS ആണ്. ഓക്കെ, ഓൾറെഡി മോഡി ഈസ് സെയിങ് ദാറ്റ്, പ്രൈം മിനിസ്റ്റർ മോഡി ഈസ് സെയിങ് ദാറ്റ് നമ്മൾ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊബൈൽ ഫോൺസ് എല്ലാം GPS മാറിയിട്ട് നാവിക്കുമാണ്. ഓക്കെ, സോ ഇൻ ദാറ്റ് ടൈം basically we're talking about the stand positioning service being provided. Okay, but the restricted services still remains only to the authorized users. ഈ രണ്ട് ടേംസ് ഓർത്ത് വയ്ക്കും. Okay, so that is about NAVIC system. Let us look at some questions that has been coming from this area. 2023 വന്നൊരു ചോദ്യമാണ്, which one of the following countries has its own navigation satellite system? അല്ലേ, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? What do you think? What is the answer here? Yes, the answer is D, Japan. And what is the name of that system? What is the name of Japan system? Yeah, it is QZSS or quasi-zenith satellite system. Okay. Then കുറച്ച് പഴയ ക്വസ്റ്റ്യൻ 2018 ചോദിച്ചൊരു ചോദ്യമാണ് about IRNSS. ഓക്കെ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS വെച്ചിട്ടുള്ള
കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. IRNSS has 3 satellites in geostationary and 4 satellites in geosynchronous orbits. What do you think? True or false ആണോ? This is true, അല്ലേ? നമ്മൾ കുറച്ച് മുന്നേ നോക്കിയിട്ടുണ്ടായി 7 and how it is divided by 3 and 4. Then covers entire India and about 5,500 square kilometer beyond its borders. Is this value correct? Yeah, it is 1,500 kilometer. That area wise cover anyway this value is wrong. India will have its own navigation satellite system with full global coverage by 2019. What do you think? The third option is also wrong. പേരിൽ ഉണ്ട് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് ഫുൾ ഗ്ലോബൽ കവറേജ് ഉള്ളത്? 2019 ഉണ്ടായിട്ട് 2026 ഇല്ല. ഓക്കെ, സോ ദി ആൻസർ ഇസ് 1 ഓൺലി. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇപ്പോഴും ഫുൾ ഗ്ലോബൽ കവറേജ് ഇല്ല. നൗ ഓൾസോ ഇറ്റ് ഈസ് ഓൺലി പ്രൊവൈഡിങ് റീജിയണൽ കവറേജ്. ഉള്ള സാറ്റലൈറ്റ്സ് റീജിയണൽ കവറേജ് തന്നെ മര്യാദയ്ക്ക് തരുന്നില്ല. ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഈ നാവിക്കുന്ന സാറ്റലൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിൽ ചില ക്ലോക്കിന് ചില പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കലും നല്ലതൊന്നും കേട്ടിട്ടില്ല ഇതിനെ കുറിച്ച് ആക്ച്വലി. സോ ദാറ്റ് ഈസ് അബൌട്ട് IRNSS. അഗെയിൻ തീം ദാറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ 2025 ഗഗന് കുറച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഐ നോട്ട് ആഡഡ് ദാറ്റ് അഗെയിൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് GPS and everything. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സാറ്റലൈറ്റ് സിസ്റ്റംസ്. Now another technology that is important is launch vehicles. Okay, launch vehicles. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ഈ സാറ്റലൈറ്റ്സ് like is orbiting around the earth and everything. So how are we going to put the satellite in that orbit? അവിടെയാണ് launch vehicles നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, launch vehicles. So these launch vehicles are actually what you often see in the news. Okay, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും PSLV, GSLV and everything. അതൊക്കെ എല്ലാം എന്താണ്? Launch vehicles ആണ്. And usually for space expeditions we use rockets. Okay, rockets ആണ് നമ്മൾ ലോഞ്ച് വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ ഒരു സാറ്റലൈറ്റ് ആണ് നമ്മൾ ഓർബിറ്റിൽ ഇടേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് we have to put that particular satellite, you have to take that satellite from the earth to such long distances. ആൻഡ് ഒരു സൈഡിൽ നിന്ന് എർത്ത് തിരിച്ച് വലിച്ചുകൊണ്ടിരിക്കുക ഗ്രാവിറ്റി കാരണം. സോ ആ ഗ്രാവിറ്റേഷൻ പുൾ മറികടന്ന് വേണം ഇത് ബേസിക്കലി പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് റിക്വയർസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പവർ ആൻഡ് ഫോർ ദറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പവർ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ഫ്യൂവൽ. അപ്പോൾ മെയിൻലി ഒരു റോക്കറ്റിൽ സാറ്റലൈറ്റ് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓൾ ദിസ് ഏരിയ ഇസ് നത്തിങ് ബട്ട് ആക്ച്വലി ഫ്യൂവൽ. ഓക്കെ, ആൻഡ് ഈ ഫ്യൂവൽ പല ഡിഫറെൻറ്റ് എൻജിൻസിന് വേണ്ടിയിട്ട് പല ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്യൂവൽ ഇനീഷ്യലി കളയും. അങ്ങനെ ഫ്യൂവൽ ഓരോന്ന് യൂസ് ആകും തോറും അത് പിന്നെ കളഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് യൂസ് ആകുമ്പോൾ പിന്നെ അത് കളയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നൗ all this is happening in stages as you see. Okay, so here this is what we understand as stages of a rocket or stages of a launch vehicle. Stages എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ എൻജിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യലി ലിഫ്റ്റ് ഓഫിന് വേണ്ടി മാത്രമായിരിക്കും. പിന്നെയുള്ള സ്റ്റേജസ് വേണമെങ്കിൽ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ഹിയർ ദി മേജർ ഐഡിയ ഇസ് ദാറ്റ് ഐ നീഡ് എ ലോട്ട് ഓഫ് പവർ ടു ലിഫ്റ്റ് ദിസ് റോക്കറ്റ് ഫ്രം ദി എർത്ത്. സോ ഐ നീഡ് സം കൈൻഡ് ഓഫ് ഫ്യൂവൽ വിച്ച് ഇസ് ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, അവിടെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് ഫ്യൂവലാണ്. സോളിഡ് ഫ്യൂവൽ. വൈ സോളിഡ് ഫ്യൂവൽ? ബിക്കോസ് സോളിഡ് ഞാൻ ബേൺ ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് അത് ബേൺ ആവും. ഓക്കെ, അത് ബേൺ ചെയ്ത് തുടങ്ങി അവസാനം വരെ ഇൻ വൺ ഫുൾ സ്വിങ് ഇറ്റ് വിൽ ഗെറ്റ് ബേൺഡ് അല്ലേ. അപ്പോൾ അത്രയധികം പവർ അവിടെ കിട്ടുന്നുണ്ട്.
ഓക്കെ, ഒറ്റയടിക്ക് അത് ബേണിങ് നടക്കും, എവിടെയും ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവില്ല, എവിടെയും ഒരു സ്റ്റോപ്പേജ് ഉണ്ടാവില്ല അല്ലേ. സോ അതിനാണ് സോൾട്ട് ഫ്യൂൽസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ വൺസ് വി ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് ഇനീഷ്യൽ ത്രസ്റ്റ്, ഓക്കെ, പിന്നെ നമുക്ക് ഡയറക്ഷൻ മാറ്റേണ്ടി വരും, ചെറിയ ചേഞ്ചസ് ഒക്കെ വേണ്ടി വരും. അവിടെ സോൾട്ട് ഫ്യൂൽ യൂസ്ഫുൾ അല്ല. ഓക്കെ, സോ ലേറ്റർ സ്റ്റേജസ് we use liquid fuel. ഓക്കെ, ലിക്വിഡ് ഫ്യൂവലിൻ്റെ യൂസ് ചെയ്യേണ്ട ഗുണം എന്ന് പറയുന്നത് ലിക്വിഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര ഫ്യൂവലാണ് ബേൺ ചെയ്യുന്നത്, എത്ര കുറയ്ക്കണം, കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കണം, ഡയറക്ഷൻ മാറ്റണം, അതനുസരിച്ച് വി ക്യാൻ ആക്ച്വലി കൺട്രോൾ ഇറ്റ്. സോ വി ഹാവ് മോർ കൺട്രോൾ ഓവർ ഇറ്റ് അൺലൈക്ക് ദി സോൾട്ട് വിച്ച് ബേൺസ് ഫുൾ അറ്റ് എ ടൈം. ഓക്കെ, അത് കാരണം യൂഷ്വലി വി യൂസ് ലിക്വിഡ് ഫ്യൂവൽസ് ഇൻ ദി ലേറ്റർ സ്റ്റേജസ്. അപ്പോൾ അഗെയിൻ ഒരു ജനറൽ കണ്ടീഷനായിട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇനീഷ്യൽ സ്റ്റേജസിൽ സോൾട്ട് ഫ്യൂവലും ലിക്വിഡ് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ജസ്റ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, ഇതിങ്ങനെ പഠിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ PSLV, GSLV ഇതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് യു വിൽ ഹാവ് ടു റിമെമ്പർ, ഇഫ് യു ഹാവ് ദിസ് ജനറൽ ഐഡിയ ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസി to kind of study those. Otherwise you'll simply by heart everything and there'll be no use. But this is നിങ്ങൾ conceptually പഠിക്കും. Okay, so that is about launch vehicles. Okay, ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്രോൻ്റെ ഡിഫറെൻറ്റ് ലോഞ്ച് വെഹിക്കിൾസിനെ കുറിച്ചാണ്. ഓക്കെ, നൗ ഹിയർ പണ്ട് മുതലേ ഇപ്പോൾ വരെ പോകുന്ന പല ഡിഫറെൻറ്റ് ലോഞ്ച് വെഹിക്കിൾസാണ് ഇവിടെ കാണുന്നത്. ഇനീഷ്യലി വി സ്റ്റാർട്ടഡ് വിത്ത് തിങ്സ് സച്ച് എസ് SLV, SLV3, ASLV, അങ്ങനെ പോയിട്ടാണ് ഇന്ന് കാണുന്ന PSLV, GSLV റോക്കറ്റ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദീസ് ആർ ഓൾ ഓൾഡ്, പഴയ ആൾക്കാരാണ്. ഇപ്പോൾ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഇവരാരും മൈൻഡ് ആക്കാറില്ല. പക്ഷേ ഇതൊക്കെയാണ് പുതിയ ആൾക്കാർ. ഇതിൽ തന്നെ PSLV കുറച്ച് കാലമായിട്ട് ഉണ്ട്. ഓക്കെ, സോ വിൽ സ്റ്റഡി അബൌട്ട് ദിസ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിൽ ഹാവ് ടു സ്റ്റഡി ഇറ്റ് ഫ്രം എ ക്രോണോളജി പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ടേബിളൊന്ന് നോക്കാം. ഈ ഒരൊറ്റ ടേബിൾ നിങ്ങൾക്ക് പഠിച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടും. ബട്ട് ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് യു ഹാവ് ടു നോ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് ബൈ ഹാർട്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസെപ്റ്റ് മനസ്സിലായി പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, സോ ഇനീഷ്യലി ഇന്ത്യയുടെ ഫസ്റ്റത്തെ റോക്കറ്റ്സിൻ്റെ പേരായിരുന്നു സൗണ്ടിങ് റോക്കറ്റ്സ്. ഓക്കെ, സൗണ്ടിങ് റോക്കറ്റ്സ്. അപ്പോൾ ഈ സൗണ്ടിങ് റോക്കറ്റ്സിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഹിയർ വി ആർ ടെസ്റ്റിംഗ് ദിസ് ടെക്നോളജി. ഓക്കെ, എങ്ങനെയെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് എനിക്ക് ഗ്രൗണ്ട് ലിഫ്റ്റ് ഓഫ് ചെയ്യാം. സോ ഐ എം ഡെമോൺസ്ട്രേറ്റിംഗ് ദിസ് റോക്കറ്റ് ടെക്നോളജി. ഓക്കെ, അത്ര മാത്രമേ ഇവിടെ ഉദ്ദേശമുള്ളൂ. വേറെ സ്പേസിലേക്ക് പോകണം അങ്ങനത്തെ വലിയ കാര്യമൊന്നുമില്ല. വി ആർ ജസ്റ്റ് ഡൂയിങ് സിമ്പിൾ തിങ്സ്. ഞാൻ പറയുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് 1960s, 1970s സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു പിക്ചർ ഓർമ്മയുണ്ടാവും, വെൻ റോക്കറ്റിൻ്റെ ഒരു അപ്പർ പാർട്ട് സൈക്കിളിൽ കൊണ്ടുവന്നിട്ട് തുമ്പയിലേക്ക്. അപ്പോൾ ആ ഒരു സമയത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ബേസിക് സാധനമാണ്. ഇറ്റ് ഹാസ് 2 stages ആൻഡ് ഓൾ ഓഫ് ദം ആർ സോളിഡ്. കാരണം ഇവിടെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പർ അറ്റ്മോസ്ഫിയറിക് റീജിയൻസിലേക്ക് മാത്രമേ ഇത് കൊണ്ടുപോകുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ചെറിയ പേലോഡാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പേലോഡെന്ന് വെച്ചാൽ എത്ര വെയിറ്റാണ് ആ സ്പേസ് ക്രാഫ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായി. അപ്പോൾ നമുക്ക് വലിയ പേലോഡ്സ് കുറച്ചും കൂടി ദൂരം ഉണ്ടായാലോ എന്നായി. ഓക്കെ, അങ്ങനെയാണ് SLV3 എന്ന് പറയുന്ന റോക്കറ്റ് കൊണ്ടിരുന്നത്. അപ്പോൾ ബിക്കോസ് ഇറ്റ് നീഡ്സ് മച്ച് മോർ പവർ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത 2 സ്റ്റേജ് അല്ല, ഇവിടെ സ്റ്റേജിൻ്റെ എണ്ണം കൂട്ടും. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു യൂസ് 4 stages, all of them are solid. ഓക്കെ, സോളിഡ് അങ്ങനെ 4 സ്റ്റേജസ് എല്ലാം സോളിഡ്. സോ ഹിയർ ഇറ്റ് ഇസ് ക്യാരിങ് 40 kg ടു LEO. ഓക്കെ, ഇവിടെ വ്യത്യാസം കണ്ടോ? ഹിയർ വി ആർ ക്യാരിങ് അപ് ടു ലോവർ ഓർബിറ്റ്. മറ്റേത് അപ്പർ അറ്റ്മോസ്ഫിയർ മാത്രമേ പോകുന്നുള്ളൂ, സ്പേസ് വിടുന്നും കൂടിയില്ല. ഇത് LEO ഓർബിറ്റ് വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വളരെ ദൂരെ കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണമാണ് ഇവിടെ കൂടുതൽ സ്റ്റേജസ് വേണ്ടി വന്നത്. ഓക്കെ, പിന്നെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, പിന്നെ ഇപ്പോൾ 2 യൂസ് ചെയ്തു, 4 യൂസ് ചെയ്തു, ഇനി 5 യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 സ്റ്റേജും എല്ലാം സോളിഡ്. ഓക്കെ, നമുക്ക് വലിയ പേലോഡ്സ് ഒക്കെ ക്യാരി ചെയ്യാമെന്ന രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചു. അതിൻ്റെ പേരാണ് എന്താണ്? ഓഗ്യുമെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അടിപൊളി പേരൊക്കെ വെച്ചു, ASLV എന്നുള്ള പേരൊക്കെ വെച്ചു. പേരും 5 സ്റ്റേജ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് നോട്ട് മച്ച് സക്സസ്ഫുൾ ആക്ച്വലി. ഓക്കെ, അപ്പോൾ ASLV പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇത് നമ്മൾ വിചാരിച്ചത്ര ആവശ്യങ്ങൾ വന്നതുകൊണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് മച്ച് യൂസ്ഫുൾ. Now all of these were the old rockets of ISRO.
ഓക്കെ, ഇതൊന്നും തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നൺ ഓഫ് ദം ആർ ബീങ് യൂസ് നൗ. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ മ്യൂസിയത്തിൽ കിടക്കുകയാണ്, ഒരാൾക്കും ആവശ്യമില്ല, എല്ലാവരും പെട്ടിയിലായി. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് PSLV GSLV. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. PSLV GSLV നമുക്ക് കൂടുതലായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് PSLV? PSLV stands for Polar Satellite Synchronous Vehicle. Okay, that basically means ഈ പേര് വരാൻ കാരണം they are being used in polar orbits. Okay, they are being used in polar orbits. Okay, what is a polar orbit? Basically, these kind of orbits are actually somewhere close to the poles. Okay, നമ്മുടെ ഈ പോൾസിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഓർബിറ്റ്സിനാണ് നമ്മൾ പോളാർ ഓർബിറ്റ്സ്, ചിലപ്പോൾ നിയർ പോളാർ ഓർബിറ്റ്സ് എന്നെല്ലാം പറയും. ഓക്കെ, when we are doing that, it actually helps us to have a good view of the earth observatory satellites എന്നെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർബിറ്റാണ് ഈ പോളാർ ഓർബിറ്റ്സ്. അപ്പോൾ അത് കാരണം തന്നെ പോളാർ ഓർബിറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു റീച്ച് EOS സാറ്റലൈറ്റ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത് കൂടുതലും? ഇൻ വിച്ച് ഓർബിറ്റ് ആർ EOS സാറ്റലൈറ്റ്സ് യൂഷ്വലി കെപ്റ്റ്? So the PDF of the session you will get it in the Telegram group. Okay, after the session, I already mentioned that. ആ PDF ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇവിടെ ഒന്ന് കുറച്ച് നേരം കേട്ടിരിക്കും. ലിയോ, എക്സാക്ട്ലി അല്ലേ? ഇറ്റ് ഇസ് ഇൻ ലിയോ അല്ലേ? So this particular PSLV was being used to send satellites to the low Earth orbits, to send the satellites to the low Earth orbit. Okay, അപ്പോൾ ഈ പറയുന്ന PSLV വഴി ബേസിക്കലി നമ്മൾ ഏതാണ്ട് 1750 kg to 1860 kg, അതായത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഈ എക്സാക്ട് നമ്പേഴ്സ് ആവശ്യം ഇല്ല, അത് പലതും വേരി ചെയ്യും. ചിലത് കുറവ് വെയിറ്റ് ആയിരുന്നു, പിന്നെ കൂട്ടിക്കൊണ്ടേയിരുന്നു, ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ചിട്ട്. ഓർത്ത് വയ്ക്കുക, ലെസ് ദാൻ 2000 kg, ലെസ് ദാൻ 2000 kg. ഓക്കെ, ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ ഇത് എവിടേക്കാണ് കൊണ്ടുപോകാൻ നോക്കുന്നത്? ടു ദി ലോ എർത്ത് ഓർബിറ്റ്സ്, ടു ദി ലോ എർത്ത് ഓർബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ പേലോഡ്സ് എല്ലാം നമ്മൾ ലോ എർത്ത് ഓർബിറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാലം യൂസ് ചെയ്ത് സോളിഡ് ഫ്യൂവൽ പോരാ, സോളിഡ് സ്റ്റേജസ് പോരാ. ഓക്കെ, സോ ഹിയർ വി ആർ യൂസിങ് 4 stages. They are, first one is liquid, then solid, liquid and then solid. Okay, liquid solid, liquid solid. അപ്പോൾ അങ്ങനെ 4 സ്റ്റേജസ് ആണ് യൂസ് ചെയ്യും. വെരി സോറി ഇറ്റ് സോളിഡ് ലിക്വിഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജസിലായിരിക്കും സോളിഡ്, പിന്നെ ലിക്വിഡ്. ഓക്കെ, സോളിഡ് ലിക്വിഡ് എന്ന രീതിയിൽ ദർ ഇസ് ബീങ് 4 stages. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വലിയൊരു വ്യത്യാസം കാണും. ഓക്കെ, ഫ്രം ദി പ്രീവിയസ് ലോഞ്ച് വെഹിക്കിൾ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. വാട്ട് യു ഫൈൻഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഹിയർ? Exactly, we find liquid stage being used. Okay, അതാണ് PSLVയിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ചേഞ്ച്. വി ആർ യൂസിങ് ലിക്വിഡ് സ്റ്റേജസ്. അങ്ങനെ നമ്മൾ ലിയോ ഓർബിറ്റിലേക്ക് വി ഹാവ് സെൻഡ് ലോട്ട് ഓഫ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്. ആസ് വി ഓൾസോ സോ ദാറ്റ് ലിയോ ഓർബിറ്റിൽ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ EOS സാറ്റലൈറ്റ്സ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ PSLV ലിയോയിലേക്ക് ആദ്യം കുറച്ച് സാറ്റലൈറ്റ്സ് വിട്ടു. ഓക്കെ, അത് കറക്റ്റായിട്ട് എത്തിച്ചു. ഓക്കെ, പിന്നീട് എത്തിച്ചു. അതായത് PSLV വിടുന്നതെല്ലാം കറക്റ്റായിട്ട് ലിയോയിൽ എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര രാശിയാണ്, ഭയങ്കര ലക്കാണ്. ഓക്കെ, ഇറ്റ് ആക്ച്വലി സക്സീഡഡ് ഇൻ മെനി മിഷൻസ് കോൺസിക്യൂട്ടീവ്ലി. ഓൾമോസ്റ്റ് ഒരു 50+ മിഷൻസിൽ
ഒരു 95% സക്സസ്ഫുൾ ആയി. ഇറ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ റോക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ലിയോയിലേക്ക് കറക്റ്റായിട്ട് വിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഓക്കെ, ലിയോയിലെത്തുന്നില്ലേ, നീ എന്തായാലും കറക്റ്റായിട്ട് എത്തുന്നില്ലേ, എന്നാൽ കുറച്ചും കൂടി പണിയെടുത്തോ. നമ്മൾ പഞ്ചാബി ഹൗസിൽ രമണനോട് പണിയെടുക്കുന്ന പോലെ നിങ്ങൾക്ക് ആർക്കെ നന്നായിട്ട് പണിയെടുക്കാൻ രീതിയിൽ വീണ്ടും 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 അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും പണിയെടുപ്പിച്ച് PSLVയോട് പറഞ്ഞു, ഇത്രയും കാലം ലിയോയിലല്ല പോയെ, കുറച്ചും കൂടി മുന്നോട്ടോ എന്ന രീതിയിൽ it was made to go to geo orbits. Okay, it was made to go to geo orbits. All right, അതാണ് നമ്മൾ കൂടുതൽ പണിയെടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതൽ പണി വന്നുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് വാസ് മെയ്ഡ് ടു ഗോ ടു ദി ജിയോ ഓർബിറ്റ്സ്. നൗ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെക്കാനിസംസ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, സംതിങ് കോൾഡ് as transfer orbits and everything. That is not that much important, but always understand that it is designed for LEO orbits, but it was made to go to geo orbits. Okay, and because of its success rate, it was continuously relied by ISRO. Okay, PSLV ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ലോഞ്ച് സക്സസ്ഫുൾ ആയില്ല, പിന്നീട് അടുപ്പിച്ച് ഒരുപാട് ലോഞ്ചസ് ആക്ച്വലി സക്സസ്ഫുൾ ആയി. 1990s മുതൽ 2000 ഈ ഒരു ഇത്രയും കാലത്തിൽ 2025 വരെ, ഓക്കെ 2025 വരെ രണ്ട് പ്രാവശ്യം മാത്രമേ ഫെയിൽ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ വൺ മോർ ടൈം. ഓക്കെ, 2 times ഓൺലി ഇറ്റ് ഫെയിൽഡ് അൺടിൽ 2025. ഓക്കെ, പക്ഷേ ഇത്രയും കാലം ലക്കി ചാമായിരുന്ന ആൾ, ഓക്കെ, ഇത്രയും പണിയെടുപ്പിച്ചുകൊണ്ടാന്ന് തോന്നുന്നു 2025 ആയപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടി തുടങ്ങി. ഓക്കെ, കഴിഞ്ഞ ഒരു വർഷത്തിൽ there has been 2 failures of the PSLV rocket. Okay, if you have been following the news, you might have seen this in the news that the PSLV has failed 2 times in the last 1 year. Okay, കഴിഞ്ഞ ഒരു 25 years ആയിട്ട് ആക്ച്വലി PSLV രണ്ട് പ്രാവശ്യം ഫെയിൽ ആയിട്ടുള്ളൂ. ബട്ട് ജസ്റ്റ് വിത്തിൻ 1 year, കഴിഞ്ഞ ഒരു ഒറ്റ വർഷം കൊണ്ട് 2 പ്രാവശ്യം ഫെയിലിയർ ആയിട്ടുണ്ട്. 3rd സ്റ്റേജാണ് ഫെയിൽ ആയിരിക്കുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് ഇത്രയും കാലം PSLVയിലെ റിലയബിലിറ്റി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിലും ഒരുപാട് ആൾക്കാരെ ഒത്തിരി പണിയെടുപ്പിച്ചാൽ പിന്നെ കുറേ കഴിയുമ്പോഴേക്കും അവർക്കും മതിയാവും. ഓക്കെ, പ്രായമായി PSLV ഒക്കെ റിട്ടയർ ആവാറ്, എന്നിട്ട് ഇതിനെ കൊണ്ടിങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ തന്തവൈബായിട്ട് ആൾക്കാരെ കൊണ്ടൊന്നും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കരുത് അല്ലേ. സോ this has been in the news. So PSLV is important because it has been in the news. അതിൻ്റെ സ്റ്റേറ്റസ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഈ ന്യൂസ് അല്ല ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് എത്ര പ്രാവശ്യം ഫെയിൽ, എന്തുകൊണ്ട് ഫെയിൽ ചെയ്യുക, ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ല ചോദിക്കാൻ പോകുന്നത്. പക്ഷേ ആ PSLVൻ്റെ ഡിസൈൻ എന്താണ് അതിൻ്റെ സ്റ്റേജസ്, ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് PSLV. ഓക്കെ, നൗ കമ്മിങ് ടു ദ GSLV. ഓക്കെ, GSLV, as the name goes, stands for Geosynchronous Satellite Launch Vehicle, GSLV. Okay, now PSLVയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ജസ്റ്റ് വൺ തിങ് ഐ ഫോഗോട്ട് ടു മെൻഷൻ, നേരത്തെ പറഞ്ഞ പോലെ PSLV ലിയോയിലേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുകയെങ്കിലും all this, if you look at all this, these are beyond LEO. Okay, beyond LEO. Still also they have been run by PSLV. അതാണ് നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ അതർ പർപ്പസസ് ഓൾസോ, ഈവൻ ദോ ഇറ്റ് വാസ് ഡിസൈൻ ഫോർ ലിയോ. ഓക്കെ, സോ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, നാവിക് ചന്ദ്രയാൻ 1 and Mangalyaan 1 was put in space by PSLV. Now coming back to GSLV, Geosynchronous Launch Vehicles. Okay, so as the name goes, this is being sent to where? In the geo orbits. It is being sent to geo orbits, which is how much kilometers away from the Earth? $36,000. Okay, 36,000, not 3,600, 36,000 kilometers. Okay, നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത PSLV വാസ് ഓൺലി ബീയിങ് സെൻറ്റ് ടു ദി ലിയോ ഓർബിറ്റ്സ്, അല്ലെങ്കിൽ ഡിസൈൻ എന്തിനായിരുന്നു, ലിയോ ഓർബിറ്റ് ആയിരുന്നു, വിച്ച് വാസ് ലെസ് ദാൻ 2,000 kilometer. ഓക്കെ, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന GSLV വാസ് ബീങ് സെൻറ്റ് ടു 36,000 kilometers ആൻഡ് ഇറ്റ് വാസ് സെൻഡിങ് 4 tons. ഓക്കെ, 4 tons, അതായത് ഒരു ടൺ എന്ന് പറയുന്നത് 1000 kg ആണ് അല്ലേ. അപ്പോൾ 4,000 kg
ടു ജിയോ ആൻഡ് ലിയോയിലേക്ക് ഒബ്വിയസ്ലി കുറച്ചും കൂടി കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ടൺസ് അത് ലിയോയിലേക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും അധികം, അതായത് ഇതിന് മുന്നേ 2000 kg ഉള്ളൂ, ഇപ്പോൾ 4000 kg, അതും ഇത്രയും ദൂരെ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ വെയിറ്റ് കൂടി 2000 കിലോ 4000 കിലോയി, ദൂരം കൂടി ഭയങ്കര അധികം. അപ്പോൾ സ്വാഭാവികമായിട്ടും പവർ നമുക്ക് ഒത്തിരി കൂടുതൽ വേണ്ടി വരും. ദി പവർ ഷുഡ് ബി മച്ച് മോർ ഹയർ. സോ ഹിയർ we find that there are some specialities here. Okay, ഇവിടെ നമ്മൾ സ്റ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, okay, the first is solid, okay, the second is liquid. PSLVയിൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സോളിഡ് ആയിരുന്നു, സെക്കൻഡ് ലിക്വിഡ് ആയിരുന്നു. ഇതിന് 3 സ്റ്റേജേ ഉള്ളൂ. ഈ മൂന്നാമത്തെ ഒരു പുതിയ ആളാണ്, ഇറ്റ് ഇസ് ക്രയോജനിക്. ഇറ്റ് ഇസ് എ cryogenic stage. Okay, it is because of this cryogenic stage we have been able to carry much weight and much more further distances. Okay, so difference when it comes to GSLV from PSLV is that we have been using cryogenic engines. Okay, ഇനി ഈ cryogenic engines ഇനീഷ്യലി ഇതിൽ പല വേരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യണം, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അഗൈൻ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചില കൺട്രീസാണ് US, റഷ്യ. ദേ ഹാവ് ദി ബെസ്റ്റ് ടെക്നോളജീസ് ഓഫ് ക്രയോജനിക് എഞ്ചിൻസ് ഫോർ ദെയർ സ്പേസ് പർപ്പസ്. 1980s സമയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US ഇന്ത്യയുടെ ഫ്രണ്ട് അല്ല. ഓക്കെ, അത് ട്രംപ് ആണെങ്കിലും ആരാണെങ്കിലും ഇന്ത്യയുടെ ഫ്രണ്ട് അല്ല. സോ ഇന്ത്യ വേണ്ട റഷ്യ. ഓക്കെ, സോ റഷ്യൻ സെറ്റ്, ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. റഷ്യ, ഇന്ത്യ ബൈ നമുക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം, ഞങ്ങൾ ക്രയോജനിക് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്ത് തരാം, ഞങ്ങൾ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാം, എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പോൾ അന്നത്തെ കാലത്ത് USSR ആയിരുന്നു റഷ്യ. ഓക്കെ, ദാറ്റ് വാസ് ദിസ് 1980s സമയത്ത് അവർ USSR ആയിരുന്നു. അവർ പറഞ്ഞു നമ്മൾ അഗ്രിമെൻ്റൊക്കെ സെറ്റാക്കി, എല്ലാം നമ്മൾ ഹാപ്പി, USSRും ഹാപ്പി. ഒരു 1990s ആയപ്പോഴേക്കും ആസ് യു ഓൾ നോ USSR ഡിസിൻറ്റഗ്രേറ്റഡ്, റഷ്യയും. അപ്പോൾ അവരുടെ പവർ കുറഞ്ഞു. ആൻഡ് ദർ വാസ് ഹ്യൂജ് amount ഓഫ് പ്രഷർ ഫ്രം ദി US. അപ്പോൾ അത് കാരണം റഷ്യക്ക് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു ഈ അഗ്രിമെൻറ്റിൽ നിന്ന്. റഷ്യ പറഞ്ഞു നമ്മൾ എഞ്ചിൻ തരാം, ക്രയോജനിക് എഞ്ചിൻ തരാം, പക്ഷേ ഇതിന് ടെക്നോളജി നമ്മൾ തരില്ല, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്ന രീതി പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് ആകെ കിട്ടിയത് ഒരു 7 എഞ്ചിൻ ഫ്രം റഷ്യ, 7 എഞ്ചിൻസ് ഫ്രം റഷ്യ. ഈ 7 എഞ്ചിൻസ് അതിൽ 3 എണ്ണം എന്താണെങ്കിലും പൊട്ടും പൊട്ടാതിരിക്കുക എന്തോ സംഭവിക്കാം, ബാക്കി കിട്ടിയ 4 കിട്ടി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എല്ലാ കാലവും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് അപ്പോൾ ഇത് എക്സോസ്റ്റായി തീർന്നു. അപ്പോൾ എന്താ ഗവൺമെൻറ് പറഞ്ഞു വെച്ചാൽ, ഇസ്രോൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു എഞ്ചിനും വരാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ പണിയെടുത്തോ, നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കിക്കോ. ഓക്കെ, അങ്ങനെ നമ്മൾ GSLVയുടെ ഇനീഷ്യൽ വേരിയൻ്റായ Mark 1 വാസ് യൂസിങ് റഷ്യൻ വൺസ്, ബട്ട് ദ ലേറ്റർ വൺസ് ഇൻഡിജിനസ് ആയിട്ട് യൂസ് ചെയ്തതാണ്, എല്ലാം നമ്മൾ ഇൻഡിജിനസ് ടെക്നോളജി ഉണ്ടാക്കി. Okay, the Mark 2 and Mark 3 was basically using indigenous technology. Okay, so എപ്പോഴും ഓർത്ത് വയ്ക്കുക that India currently has cryogenic engine technology. It is among the 4 countries in the world which is having its own indigenous cryogenic technology. Again, a very important achievement when it comes to science technology. കാരണം ക്രയോജനിക് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വെരി കോൾഡ് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, ഒരു -200°C അതിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ടെമ്പറേച്ചേഴ്സാണ് ഇവിടെ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് GSLVയുടെ കാര്യം. ഈ GSLVയുടെ ഗുണം എന്ന് പറയുന്നത് വി വർ ഏബിൾ ടു റീച്ച് ടു ദ ജിയോ. അപ്പോൾ ജിയോയിൽ യൂസ് ചെയ്യുന്ന എന്താണ് യൂഷ്വലി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. സോ ദാറ്റ് വാസ് സെൻറ്റ്. അതേപോലെ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള important ആയിട്ടുള്ള മിഷൻസ് ലൈക്ക് ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, all of them used GSLV Mark 3. ഓക്കെ, ഇനി പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഗഗൻയാൻ മിഷൻ where we are sending humans to space, there also we are going to use this particular mission, so particular launch vehicle. Okay, so this is the idea of the launch vehicles. ഇതിൽ PSLV and GSLV is very important. Okay, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്പേസ് ടെക്നോളജി ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റ്സും ആക്ച്വലി ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സോ വിത്ത് റെഫറൻസ് ടു ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. PSLVs launch the satellites useful for Earth resource monitoring, PSLV, and whereas GSLV are designed mainly to launch communication satellites. PSLV വഴി EOS സാറ്റലൈറ്റ്സും GSLV വഴി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. വാട്ട് ഡു യു തിങ്ക്? ട്രൂ ആണോ ഫാൾസ് ആണോ?
Yes, that is true. അല്ല നമ്മൾ പറയണ്ടേ PSLV was designed to go to LEO and LEOയിൽ കൂടുതൽ ഏതാ US satellites, while GSLV was designed to go to GEO where we find more communication satellites. Satellites launched by PSLV appear to remain permanently fixed in the same position in the sky as viewed from particular location on the earth. അതായത് എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കണ പോലെ തോന്നും. അതിൻ്റെ അർത്ഥം ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് വാട്ട് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, സോറി ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് PSLV ആണോ യൂസ് ചെയ്യുന്നത് അതോ GSLV ആണോ യൂസ് ചെയ്യുന്നത്? We are using GSLV because this is 36,000 kilometers. അപ്പോൾ PSLV അല്ല യൂസ് ചെയ്യുന്നത്. GSLV Mark III is a 4-stage launch vehicle with the first and the third stages using solid and the second and the fourth using liquid engines. എന്താണ് third statement? Yes, this is what false. അല്ലേ? കാരണം ദിസ് ഡിസ്ക്രിപ്ഷൻ ഇസ് ടോക്കിംഗ് അബൌട്ട് PSLV. GSLVയിൽ എത്ര സ്റ്റേജസ് ഉള്ളത്? GSLV has 3 stages and it is nothing but solid, liquid and cryogenic. Okay, so that is wrong and the answer is A1 only. Yes. Okay, so with that you have understood these topics. Okay, നമ്മൾ ഇന്ന് സ്പേസിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റ്സും അതേപോലെ ലോഞ്ച് വെഹിക്കിൾസ് ആണ്. അതിൻ്റെ ടോപ്പിക്സ് ആണ് നമ്മൾ ഒറ്റയടി കംപ്ലീറ്റ് ചെയ്ത്. ഇൻ ദ നെക്സ്റ്റ് സെഷൻ വിൽ കണ്ടിന്യൂ ഫ്രം ഹിയർ. സ്പേസ് ടെക്നോളജി ഈസ് നോട്ട് ഇറ്റ് കംപ്ലീറ്റ്. After that we'll go to the next module of biotechnology. Okay, so next class will be on Monday the 20th. Okay, so with that we'll end today's session. Okay, so I hope you have all got an idea. Okay, and it was helpful. Thank you and have a good night.